അതിലെ അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ഏതാണ്? നമുക്കറിയാം നമ്മളെ യൂണിറ്റ്സ് എല്ലാം തന്നെ പഠിപ്പിച്ചാണ്. ഈ ഒരു പാർട്ടിയിൽ നിന്ന് തന്നെയാണല്ലോ ഒരു മാർക്ക് ഷുവറായിട്ടും ചോദിക്കും കേട്ടോ. മിക്ക ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതാണ്. ഇത് ഈ വൈദ്യുത ചാർജ് തന്നെയാണോ എന്നില്ല. നമുക്കൊരു 10-15 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാർജുകളുടെയും അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാന യൂണിറ്റുകൾ അതുപോലെ തന്നെ നമ്മുടെ SI യൂണിറ്റിലോട്ട് മാറിയതും എന്നൊക്കെ പറഞ്ഞുള്ള യൂണിറ്റ്സുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അടിസ്ഥാന യൂണിറ്റുകളെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു 10-15 അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെ വൈദ്യുതി ചാർജിൻ്റെ യൂണിറ്റാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് വരേണ്ടത് കൂളമാണ് കേട്ടോ. വൈദ്യുതി ചാർജിൻ്റെ യൂണിറ്റ് കൂളമാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. ബാക്കിയുള്ളതിൻ്റെ യൂണിറ്റ് കൂടി പറഞ്ഞുതരാം. നീളമാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് വരേണ്ടത് മീറ്ററാണ്. ഭാരമാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് വരേണ്ടത് കിലോഗ്രാമാണ്. അടിസ്ഥാന യൂണിറ്റുകൾ, അതായത് നമ്മുടെ SI യൂണിറ്റുകൾ, ഇത് സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എവിടെ ചെന്നാലും ഇൻ്റർനാഷണലായിട്ട് എവിടെ ചെന്നാലും ഇതേ യൂണിറ്റ് തന്നെ ആയിരിക്കും ഇത് ഫോളോ അപ്പ് ചെയ്യുന്നത്. അതാണ് സിസ്റ്റം ഇൻ്റർനാഷണൽ അഥവാ SI യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂളാണ്, പഠിക്കേണ്ടതാണ്. ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂളാണ്. താപവും ജൂള് തന്നെയാണ്, പ്രവൃത്തിയും ജൂളാണ് കേട്ടോ. ഊർജം, താപം, പ്രവൃത്തി ഇവ മൂന്നും ജൂളാണ്. ഊർജം, താപം, പ്രവൃത്തി മൂന്നും ജൂളാണ് യൂണിറ്റ്. ഇനി പവർ ആണെങ്കിൽ വാട്ട് ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയും. പ്രതിരോധമാണെങ്കിൽ ഓമാണ്. പ്രതിരോധം പഠിക്കണം, പ്രതിരോധം ചോദിച്ചിട്ടുണ്ട്. പ്രതിരോധമാണ്. റെസിസ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് വരുന്നത് ഓമാണ്. അടുത്തത് താപനിലയാണെങ്കിൽ കെൽവിൻ, ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ് മൂന്നെണ്ണം ഉണ്ട്. ഒന്നെങ്കിൽ കെൽവിനിൽ പറയാം, അതായത് കെ എന്ന് പറഞ്ഞാൽ കെൽവിൻ പറയാം. 273 സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ ഡിഗ്രി സെൽഷ്യസ് വരും, അല്ലെങ്കിൽ ഫാരൻഹീറ്റ് വരും. പിന്നെ അതുപോലെ തന്നെ മർദ്ദമാണെങ്കിൽ പാസ്കലാണ്. സാന്ദ്രത കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ചോദിച്ചിട്ടുണ്ട്. ആക്കം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ്. ബലം ന്യൂട്ടണാണ്. വേഗത മീറ്റർ പെർ സെക്കൻഡാണ്. അടുത്തത് മൊത്തം ഇമ്പോർട്ടൻ്റ് ആണ്. കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി ഏതാണ്? ടെസ്ലയാണ്. അതുപോലെ തന്നെ റേഡിയോ ആക്ടിവിറ്റി ബെക്കറലാണ്. പിന്നെ ഇൻഡക്റ്റൻസ് ഫാരഡാണ്. ഹെൻറിയാണ്. കപ്പാസിറ്റൻസ് ഫാരഡാണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡലയാണ്. ലെൻസിൻ്റെ പവർ ഡയോപ്റ്ററാണ്. പദാർത്ഥത്തിൻ്റെ അളവ് മോളാണ്. വൈദ്യുത പ്രവാഹം ആംബിയറാണ്. വൈദ്യുത ചാർജ് കൂളമ്പാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ടാണ്. ഇത്രയും യൂണിറ്റ്സുകൾ നമ്മൾ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിൽ നിന്ന് ഒരു ചോദ്യം എന്നാലും ചോദ്യം കേട്ടോ. എല്ലാ കൊല്ലവും ക്വസ്റ്റ്യൻ പേപ്പർ കാണപ്പെടുന്ന ഒരെണ്ണമാണ് യൂണിറ്റുകളും അവയുടെ ബന്ധപ്പെട്ട കാര്യങ്ങളും. സോ അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റുകൾ അറിഞ്ഞിരിക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നതാണ് എങ്കിൽ പോലും ഒന്നുകൂടി പറയുകയാണ്. ഈ SI യൂണിറ്റുകൾ, സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റുകൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ പണ്ട മിക്കപ്പോഴും ചോദ്യപേപ്പറുകളാണ് നമ്മുടെ വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റും അതുപോലെ തന്നെ സാന്ദ്രതയും അതുപോലെ തന്നെ നമ്മുടെ വൈദ്യുത പൊട്ടൻഷ്യൽ വ്യത്യാസവും പിന്നെ ലെൻസിൻ്റെ പവറും ഒക്കെ മിക്കപ്പോഴും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരണ സമയ ഗ്രാഫ് താഴെ പറയുന്നവരേതാണ്? നമുക്കറിയാലോ, നിശ്ചലമായിരുന്നാൽ അത് എന്നായിരിക്കും? നോൺ മോഷനിലായിരിക്കും, അല്ലെങ്കിൽ അത് നേരെ തന്നെ പോകത്തുള്ളൂ. അപ്പോൾ സമയത്തിനനുസരിച്ച് സ്ഥാനാന്തരണം എങ്ങനെ പോകണം? നേരെ തന്നെ പോകണം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നേരെ തന്നെ പോകണം. കാരണം നമ്മൾ സ്ഥാനാന്തരണം എന്നാണ് പഠിച്ചതല്ലേ. ഒരു വസ്തു ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് ഏത് പാതയിലൂടെ സഞ്ചരിച്ചാലും അതിൻ്റെ ആദ്യസ്ഥാനവും ആദ്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖ ദൂരത്തിന് പറയുന്ന പേരാണ് സ്ഥാനാന്തരണം, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പൊസിഷനും എൻഡിങ് പൊസിഷനും തമ്മിലുള്ള നേർരേഖ ദൂരത്തിന് പറയുന്ന പേരാണ് സ്ഥാനാന്തരണം. ഇപ്പം എ എന്ന് പറഞ്ഞ കൊച്ച് സ്കൂളിലേക്ക് പോകുന്നത് ഇങ്ങനെ കറങ്ങിയാണ് ബി എന്ന് പറഞ്ഞ സ്കൂളിലേക്ക് പോകുന്നത്. ഈ കൊച്ച് പോകുന്നത് ഇതെങ്ങനെയാണ്? വളഞ്ഞു പോകുന്നത്. പക്ഷേ ഇതൊരിക്കലും സ്ഥാനാന്തരണമായിരിക്കത്തില്ല. സ്ഥാനാന്തരണം എന്ന് വെച്ചാൽ എയും ബിയും തമ്മിലുള്ള നേർരേഖാ ദൂരം എപ്പോഴും ഓർക്കണതാണ്. നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരണം. അതായത് ഈ വരച്ച ഈ ലൈനാണ് ഈ കൊച്ചിൻ്റെ സ്ഥാനാന്തരണം എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തു ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് ഏത് പാതയിലൂടെ സഞ്ചരിച്ചാലും ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരത്തിന് പറയുന്ന പേരാണ് സ്ഥാനാന്തരണം. അപ്പോൾ ഇവിടെ നിശ്ചലമായിരിക്കുന്ന ഇതിൻ്റെ സ്ഥാനാന്തരണം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് വരേണ്ടത്. പിന്നെ അതുപോലെ നമുക്കറിയാം യൂണിറ്റ് സമയത്തിൽ അല്ലേ ഒരു വസ്തുവിൽ ഒരു പ്രത്യേക ദിശയിലുണ്ടാകുന്ന സ്ഥാനാന്തരണത്തിന് പറയുന്ന പേരാണ്
പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിന് പ്രത്യേക ദിശയിൽ, അതായത് തെക്കോട്ടാണോ വടക്കോട്ടാണോ കിഴക്കോട്ടാണോ പടിഞ്ഞാറോട്ടാണോ അതോ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണോ ഏതെങ്കിലും ഒരു ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരണമാണ് എന്തെന്ന് പറയുന്നത്, പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനിയും എന്താണ് പ്രവേഗത്തിന് ഇക്വേഷൻ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ച ഇക്വേഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, അതായത് സ്ഥാനാന്തരണം ബൈ സമയം അല്ലേ. ഓർത്തിരിക്കേണ്ട ഇക്വേഷനാണ് പ്രവേഗം അല്ലെങ്കിൽ നമ്മുടെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം കേട്ടോ, മറന്നുപോകല്ല. സ്ഥാനാന്തരണം ബൈ സമയമാണ് പ്രവേഗത്തിൻ്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ സമയത്തിൻ്റെ ഇക്വേഷൻ എന്നാ വരും? സമയം ഈസ് ഈക്വൽ ടു സ്ഥാനാന്തരണം ബൈ സ്ഥാനാന്തരണം ബൈ പ്രവേഗം കേട്ടോ. സമയമാണെങ്കിൽ ടൈമാണ് ചോദിച്ചതെങ്കിൽ സ്ഥാനാന്തരണം ബൈ പ്രവേഗമാണ് ഉത്തരം വരേണ്ടത് കേട്ടോ. ഓർത്തിരിക്കണം, മറന്നു പോകരുത്. ഈ കാര്യങ്ങളൊക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഈ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ സൈക്കോളജിക്കകത്ത് നമ്മളൊരു ചാർട്ട് പഠിച്ചില്ലായിരുന്നു, ഇതുപോലുള്ള നമ്മുടെ പഠനവക്രം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ നേരെ പോവുകയാണെങ്കിൽ അർത്ഥം എന്താണ്? കൊച്ചു കോൺസ്റ്റൻ്റ് ആണെന്ന് അർത്ഥം. ഈ ബി പറയുകയാണെങ്കിൽ എന്താണ്? ഇവിടെ സമയം പോകുന്നതനുസരിച്ച് സ്ഥാനാന്തരണം കൂടിക്കൂടി വരുന്നു. സിയിലാണെങ്കിലോ സമയം പോകുന്നതനുസരിച്ച് സ്ഥാനാന്തരണം കുറയുകയാണ് ചെയ്തത്. ഇനിയും നാലാമത്തെ ആണെങ്കിലോ ആദ്യം ഒരു പ്രോഗ്രസ് ഉണ്ടായിരുന്നു, പിന്നെ ഒന്ന് കൂടി, പിന്നെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതാണ് നമ്മുടെ സ്ഥാനാന്തരണത്തിൻ്റെ കാര്യം. നമ്മുടെ ഈ പഠനവക്രത്തിനകത്തുള്ള ഋജുരതാവക്കവും അതുപോലെയുള്ള വക്രങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഇതിലുള്ള ഇതും കണ്ടു. ഇവിടെ ചോദിച്ചത് എന്താണ് ഉണ്ടോ? സ്ഥാനാന്തരണ വസ്തുവിൻ്റെ നിശ്ചലമായിരിക്കുന്ന, അതായത് കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ നോൺ സ്റ്റോപ്പബിൾ ആയിരിക്കുന്ന അല്ലെങ്കിൽ നിശ്ചലമായെന്ന് വെച്ചാൽ നമ്മൾ എന്നാ പറയുക, നമ്മൾ നിശ്ചലമായിട്ട് നിൽക്കാൻ പറ്റത്തില്ലേ, സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരണ സമയ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അത് നേർരേഖയിലായിരിക്കും പോകുന്നത്. അത് ഓർത്തിരിക്കണം കേട്ടോ. യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാനെ ബഹിരാകാശ പേടകം ഏതാണ്? നമുക്കറിയാം ബഹിരാകാശ പേടകം ഏതായിരുന്നു? നമ്മുടെ വോസ്റ്റോക്ക് 1 കേട്ടോ. ഓർത്തിരിക്കണം, മറന്നുപോലെ. അതായത് നമ്മുടെ ഭൂമിയുടെ ഗോളാകൃതി ആദ്യമായി നേരിൽ കണ്ടത് ആരാണ്? യൂറി ഗഗാൻ തന്നെ കേട്ടോ. യൂറി ഗഗാൻ തന്നെയാണ് ഭൂമിയുടെ ഗോളാകൃതി ആദ്യമായി നേരിൽ കണ്ട വ്യക്തി. അതുപോലെ തന്നെ യൂറി ഗഗാൻ്റെ ജന്മരാജ്യം എവിടെയാണെന്നറിയോ? സോവിയറ്റ് യൂണിയൻ കേട്ടോ. സോവിയറ്റ് യൂണിയനിലാണ് നമ്മുടെ യൂറി ഗഗാൻ്റെ ജന്മരാജ്യം. ഇനിയും ഏത് വർഷമാണ് യൂറി ഗഗാനിൻ ബഹിരാകാശത്തെത്തിയെന്നറിയാമോ? 1961 ഏപ്രിൽ 12 യൂറി ഗഗാനിൻ എവിടെ എത്തിയത്? ബഹിരാകാശത്തെത്തിയത്. ഇനിയും ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ടെലിസ്കോപ്പ് എന്നറിയാമോ? ആസ്ട്രോസ്റ്റാറ്റ് കേട്ടോ. ആസ്ട്രോസ്റ്റാറ്റാണ് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ടെലിസ്കോപ്പ്. അത് ഓർത്തില്ലെങ്കിലും ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം പഠിച്ചിരിക്കണം. ഏതെന്നറിയാമോ? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്ന് കണ്ടുകൊണ്ട് ചോദിച്ചതാണ്. ഏതെന്നറിയോ? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് 1 കേട്ടോ. സ്പുട്നിക് 1 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. അത് വിക്ഷേപിച്ചത് 1957 ഒക്ടോബർ 4 വിക്ഷേപിച്ച രാജ്യം സ്പുട്നിക് 1 തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത്, അതായത് അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്പേസ് വീക്കായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഒക്ടോബർ 4 മുതൽ 10 വരെ കേട്ടോ. ഓർത്തിരിക്കണം, ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, നമ്മുടെ അന്താരാഷ്ട്ര ബഹിരാകാശ ആഴ്ചയായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഒക്ടോബർ 4 മുതൽ 10 വരെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം എന്ന് പറയുന്നത് ആര്യഭട്ടയാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം സ്പുട്നിക് 1 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975. അതായത് 1957 സ്പുട്നിക് 1 വിക്ഷേപിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 19-20 കൊല്ലം കഴിഞ്ഞ ശേഷമാണ് 1975 ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത്. ഇനിയും ഒരു ജീവി ആദ്യമായിട്ട് നമ്മുടെ ബഹിരാകാശത്ത് എന്നായിരുന്നു? ആ ജീവിയുടെ പേരറിയാമോ? ഒരു നായയായിരുന്നു. അതിൻ്റെ പേര് ലൈക്ക കേട്ടോ. ചോദിച്ചിട്ടുണ്ട്. ലൈക്ക എന്ന് പറഞ്ഞ നായയാണ് ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിച്ച ജീവി. എത്തിച്ച വർഷം 1957 കേട്ടോ. 1957 വിക്ഷേപിച്ചത്. ഇനിയും ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ കേട്ടോ. രാകേഷ് ശർമ്മയാണ് നമ്മുടെ ബഹിരാകാശ യാത്ര നടത്തിയ
ആദ്യ ഇന്ത്യക്കാരൻ കേട്ടോ. ഓർത്തുപോലെ ഓർത്തുപോലല്ല, ഓർത്തിരിക്കണം. അടുത്താണ് നമ്മുടെ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി എന്നറിയോ? അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ, USA, യൂറോപ്പ്, ജപ്പാൻ, റഷ്യ അവരുടെയൊക്കെ ബഹിരാകാശ ഏജൻസികൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അതായത് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ISRO ആണ്, USA നാസയാണ്, യൂറോപ്പ് ആണെങ്കിൽ ESA ആണ്, ജപ്പാൻ JAXA JAXA ആണ്, റഷ്യ RSA ആണ്, ചൈന CNSA കേട്ടോ. ഓർത്തിരിക്കണം ഓരോ രാജ്യങ്ങളുടെയും. അതുപോലെ തന്നെ ബഹിരാകാശ ഏജൻസികൾ ഓർത്തിരിക്കണം. ഇന്ത്യ ആണെങ്കിൽ ISRO, USA ആണെങ്കിൽ നാസ, യൂറോപ്പ് ആണെങ്കിൽ ESA, ജപ്പാൻ ആണെങ്കിൽ JAXA, റഷ്യ ആണെങ്കിൽ RSA, ചൈന ആണെങ്കിൽ CNSA. ഇത്രയും കാര്യം ഓർത്തിരിക്കണം. ഇനി എന്താണ് ചാന്ദ്രദിനം? ചാന്ദ്രദിനം എന്നാ ചാന്ദ്രദിനം എന്നാ ജൂലൈ 21 കേട്ടോ. ജൂലൈ 21 ചാന്ദ്രദിനമായിട്ട് ആചരിക്കുന്നത്. എന്തുകൊണ്ട് ആ ദിനം ആചരിക്കുന്നു? ആദ്യമായിട്ട് നമ്മൾ ചന്ദ്രനിൽ കാല് കുത്തിയ ദിവസമായതുകൊണ്ടാണ് നമ്മൾ ചാന്ദ്രദിനമായിട്ട് ആചരിച്ചു വരുന്നത് കേട്ടോ. മറന്നുപോലെ ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. കടലിൽ നിന്ന് പുഴയിൽ നിന്നേക്കാൾ എളുപ്പമാണ്. കാരണം ഒരുപാട് വട്ടം നമ്മൾ ചെയ്തതല്ലേ. കാരണം നമുക്കറിയാം കടൽ വെള്ളത്തിൻ്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തിനേക്കാളും കൂടുതലായതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? കടലിൽ നീന്താനായിട്ട് കടലിൽ നിന്ന് പുഴയിൽ നിന്നേക്കാളും എളുപ്പമായിട്ട് തോന്നുന്നത്. അതായത് ഒരു വസ്തു നമ്മൾ പ്ലവക്ഷണ ബലം പഠിച്ചായിരുന്നല്ലേ, അല്ലെങ്കിൽ ബോയിൻ്റ് ഫോഴ്സ് പഠിച്ചായിരുന്നു അല്ലേ, ബോയൻസി പഠിച്ചു. അതായത് ഒരു വസ്തു ദ്രവ്യത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിക്കിടക്കുമ്പോൾ ആ ദ്രവ്യം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷണ ബലം. നമ്മളെപ്പോഴും പറഞ്ഞ എക്സാമ്പിൾ, നമ്മുടെ വാഷ്റൂമിലൊക്കെ കയറും, ബക്കറ്റ് വെള്ളം എടുക്കുക, ഒരു കപ്പ് നേരെ തല കീഴായിട്ട് ബക്കറ്റിലേക്ക് അമർത്തുക. അപ്പോൾ ആ കപ്പ് തിരിച്ച് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ബക്കറ്റിൽ കിടക്കുന്ന വെള്ളം ആ കപ്പിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്ത് ആ കപ്പ് താന്നു പോകാതെ നമ്മുടെ കൈയിനെ അടക്കം പൊക്കിക്കൊണ്ട് വരാനായിട്ടൊരു ബലം പ്രയോഗിക്കും. അതിന് പറഞ്ഞ പേരാണ് പ്ലവക്ഷണ ബലം. ഈ പ്ലവക്ഷണ ബലം എന്താണ്? നമ്മുടെ ഒരു വസ്തു ഒരു ദ്രവ്യത്തിൽ, ഏത് ദ്രവ്യമായിക്കട്ടെ, അതിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവ്യം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിന് പറയുന്ന പേരാണ് പ്ലവക്ഷണ ബലം. അതുള്ളതുകൊണ്ടാണ് ഈ പറയുന്ന എന്തുണ്ടാകുന്നത്? നമുക്ക് നമ്മുടെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത പോലുള്ള കാര്യങ്ങൾ ഈ വെള്ളത്തിലൊക്കെ അനുഭവപ്പെടുന്നത്. അപ്പം ഇവിടെ പറഞ്ഞ എന്താണ്? നമ്മുടെ കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തേക്കാൾ എളുപ്പമാണ്. കാരണം കടലിലെ വെള്ളത്തിൻ്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തിനെ നോക്കുമ്പോൾ എന്താണ്? കൂടുതലാണ്. അതായത് ഉപ്പാണ്, അവിടെ ഉപ്പുവെള്ളമാണത്. അതുകൊണ്ടാണ് അതിന് കുഴപ്പം പറ്റിയത്. അപ്പം ഇതും വേണേൽ ചോദിക്കാം. അതായത് നമ്മുടെ ജലത്തിൻ്റെ സാന്ദ്രത എത്രയാണെന്ന് വെച്ചാൽ 1000 kg/m3 മണ്ണെണ്ണയാണെങ്കിൽ 810 kg/m3 സമുദ്രജലം അല്ലെങ്കിൽ നമ്മുടെ കടലിലെ ജലം എന്ന് പറയുന്നത് 1027 വെറും 27 kg/m3 കുറവേ ഉള്ളൂ. എന്നാൽ പോലും അതാണ് ഈ പറഞ്ഞ കടലിൽ നിന്നത് പുഴയിൽ നിന്നേക്കാൾ എളുപ്പമാണെന്ന് പറയാനുള്ള കാരണം കേട്ടോ. അടുത്തത് ഐസ് ജലത്തിൽ കിടക്കാൻ കാരണവും അതുപോലെ തന്നെ നമ്മുടെ മണ്ണെണ്ണ ജലത്തിന് വെളിയിൽ പൊങ്ങിക്കിടക്കാൻ കാരണവും പെട്രോൾ ജലത്തിന് വെളിയിൽ പൊങ്ങിക്കിടക്കാൻ കാരണവും എല്ലാം എന്ത് തന്നെയാണ്? ഈ പറയുന്ന സാന്ദ്രത തന്നെയാണ് കേട്ടോ. അതായത് ഐസ് പൊങ്ങിക്കിടക്കാൻ കാരണം ഐസിന് ജലത്തിനേക്കാളും സാന്ദ്രത കുറവായതുകൊണ്ടാണ്. ഇനിയും നമ്മുടെ മണ്ണെണ്ണ ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം എന്താണ്? മണ്ണെണ്ണയും ജലവും എന്താണ് നോക്കുമ്പോൾ മണ്ണെണ്ണയ്ക്ക് ജലത്തിനേക്കാളും സാന്ദ്രത കുറവായതുകൊണ്ടാണ്. പെട്രോള് എന്താണ്? ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് പെട്രോളിന് ജലത്തിനേക്കാളും സാന്ദ്രത കുറവായതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഇരുമ്പാണിയും കല്ലുമൊക്കെ ജലത്തിൽ താന്നു പോകുന്നതിന് കാരണം എന്താണ്? എന്താണ് കാരണം? അതിന് സാന്ദ്രത കൂടുതലാണ് കേട്ടോ. ഓർത്തിരിക്കണം. നേരെ തിരിച്ച് പറഞ്ഞത് കേട്ടോ. അതിന് സാന്ദ്രത കൂടുതലായതുകൊണ്ടാണ് അത് താന്നു പോകുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ് ഖരവസ്തുക്കൾക്കും ദ്രാവക വസ്തുക്കളെ അപേക്ഷിച്ച് വാതകങ്ങൾക്ക് സാന്ദ്രത പൊതുവേ കുറവായിരിക്കും കേട്ടോ. അത് നമ്മുടെ സോൾട്സിനെ ലിക്വിഡ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്യാസസിന് സാന്ദ്രത പൊതുവേ കുറവായിരിക്കും കാണുന്നത്. ആ കാര്യം ഓർത്തിരിക്കണം. പിന്നെ നമ്മുടെ ഐസ് നമ്മുടെ ഈ ആൽക്കഹോളിൻ്റെ അകത്തിട്ടാൽ അല്ല നമ്മൾ നമുക്കറിയാം ഈ പറയുന്ന മദ്യത്തിനകത്തോട്ട് നമ്മുടെ ഐസ് കട്ട ഇട്ടാൽ അത് എന്ത് ചെയ്യും? അത് താണു പോവുകയും ചെയ്യുന്നു, പൊങ്ങിക്കിടക്കത്തില്ല. ശരിയല്ലേ? നമ്മുടെ വെള്ളത്തിലാണെങ്കിൽ ഐസ് പൊങ്ങിക്കിടക്കും, പക്ഷേ മദ്യത്തിലാണെങ്കിൽ ഐസ് താണു പോവുകയും ചെയ്യുന്നു, താഴോട്ട് പോവുകയും ചെയ്യുന്നത്. അതിന് കാരണം എന്താണ്? നമ്മുടെ ഐസിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് ആൽക്കഹോളിനേക്കാളും കൂടുതലായതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഐസ് നമ്മുടെ മദ്യത്തിൽ താന്നു പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഈ മദ്യത്തിൻ്റെ കെമിക്കൽ നെയിം എന്താണ്? ആൽക്കഹോൾ കേട്ടോ. OH ഗ്രൂപ്പാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ താന്നു പോകുന്നതിന് കാരണം എന്താണ്? നമ്മുടെ ഐസിൻ്റെ സാന്ദ്രത ആൽക്കഹോളിനേക്കാളും കൂടുതലായതുകൊണ്ടാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. യെസ്,
നമ്മളൊരു ഇരുമ്പാണി ജലത്തിലിട്ടാൽ അത് താന്നു പോകും. പക്ഷേ മെർക്കുറിയിലിട്ടാൽ എന്നെ എടുക്കുമെന്ന് അറിയാമോ? ചോദിച്ചു ഒരു വട്ടം. ഇരുമ്പാണി ജലത്തിലിട്ടാൽ താന്നു പോകുന്നു. പക്ഷേ മെർക്കുറി ഇരുമ്പാണി മെർക്കുറിക്കുള്ളിലിട്ടാൽ അത് പൊങ്ങിക്കിടക്കും കേട്ടോ. നമ്മുടെ ഇരുമ്പാണി മെർക്കുറി നമ്മുടെ ഈ തെർമോമീറ്ററിനകത്തൊക്കെ ഉള്ളത്, അതിനകത്തുള്ള മെർക്കുറിക്കകത്ത് നമ്മൾ ഇട്ടാൽ, ഇരുമ്പാണി ഇട്ടാൽ അത് പൊങ്ങിക്കിടക്കും. അതിന് കാരണം എന്താണ്? ഇരുമ്പാണിയുടെ സാന്ദ്രത മെർക്കുറിയേക്കാളും കുറവും ജലത്തിനേക്കാളും കൂടുതലായതുകൊണ്ടാണ് ഈ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത് കേട്ടോ. അതായത് ഇരുമ്പാണി വെച്ച് നോക്കുമ്പോൾ അതിന് മെർക്കുറിയേക്കാളും കുറവായതുകൊണ്ട് അതിൽ മുകളിൽ കിടക്കുന്നു. ഇനി ജലത്തിനെ വെച്ച് നോക്കുമ്പോൾ അതിൽ കൂടുതലായതുകൊണ്ട് ജലത്തിൽ അത് താന്നു പോകുന്നു. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ. ഇനിയും ശബ്ദം ഒരു മധ്യത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റം സംഭവിക്കുന്നത്? അതായത് ശബ്ദം ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു മീഡിയം എന്ന് പറഞ്ഞാൽ മാധ്യമം. ഇപ്പോൾ നമ്മൾ വർത്തമാനം പറയുന്ന മീഡിയം വായുവാണ്, അല്ലെങ്കിൽ വാക്കമാണ്, അല്ലെങ്കിൽ എയറാന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ വെള്ളത്തിനടിച്ചെന്ന് പറയുവാണെങ്കിൽ അത് മറ്റൊരു മീഡിയം വെള്ളമായിട്ട് വരും. ബഹിരാകാശമായി പറയുവാണെങ്കിൽ അത് മറ്റൊരു മീഡിയമായിട്ട് മാറും. അങ്ങനെ ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ എന്തിനാണ് മാറ്റം സംഭവിക്കുന്നത്? നിങ്ങളെല്ലാം നമ്മുടെ ഈ സിനിമ കണ്ടതാണോ? മഞ്ഞുമൽ ബോയ്സ് കണ്ടതല്ലേ? എല്ലാവരും തന്നെ കണ്ടതല്ലേ? കണ്ടിട്ടില്ല എല്ലാവരും? കണ്ടായിരുന്നോ മഞ്ഞുമൽ ബോയ്സ് സിനിമ? കണ്ടതല്ലേ? കാണാത്തതെല്ലാം ഉണ്ടോ മഞ്ഞുമൽ ബോയ്സ് കാണാത്തവർ? അതിൻ്റെ അകത്ത് നമ്മുടെ ആൾ കുഴിയിൽ വീഴുമ്പം നിങ്ങൾക്കറിയില്ല, അവിടെ സംസാരിക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ടോ? എല്ലാം റിപ്പീറ്റഡായിട്ട് കേട്ടോണ്ടിരിക്കും, ശരിയല്ലേ? അതായത് അങ്ങോട്ട് അവർ ഉറക്കെ ഇത് പറയും. കാരണം ഒരു മീഡിയം മാറുന്നുണ്ട്. കാരണം നോർമലായിട്ട് സംസാരിക്കുന്നതിനേക്കാളും ഒരു ചെറിയ ഗുഹയ്ക്കകത്തോട്ട് നമ്മൾ വർത്തമാനം പറയുമ്പോൾ അവിടെ പരസ്പരം ആ ശബ്ദം പ്രതിഫലിച്ച് അത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ആ ശബ്ദം അങ്ങനെ നമുക്ക് കേൾക്കുന്നത്, അല്ലേ? കേൾക്കാവോ അല്ലെങ്കിൽ കാണാവോ, താഴോട്ടിറക്കട്ടെ എന്നൊക്കെ അവർ ഒച്ചത്തിൽ ചോദിക്കുന്നതിന് കാര്യം അത് തന്നെയാണ്. അപ്പം ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതിനൊക്കെയാണ് മാറ്റം വരുന്നത്? നമുക്കറിയാം, ഒന്ന് ശബ്ദത്തിൻ്റെ വേഗതയ്ക്ക് മാറ്റം വരും. ഇപ്പം നമ്മൾ ഈ ചുമ്മാ ഇവിടെ ഇരുന്ന് പറയുന്ന പോലെ ആയിരിക്കത്തില്ല നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി ചെന്നാൽ പറയുന്നത്, അല്ലേ? വെള്ളത്തിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ടോ? അവിടെ നമുക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആൾ നമുക്ക് കേൾക്കാൻ പറ്റാതില്ല, നമുക്ക് വാതോർന്ന് പറയാൻ പറ്റത്തില്ല, അത് മറ്റൊരു കാര്യം. എങ്കിൽ പോലും അതിൻ്റെ വേഗത, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ സംസാരിക്കാൻ നമ്മൾ സ്പേസ് ചെയ്ത് സംസാരിച്ചാൽ അവിടെ നമുക്ക് ഇതുപോലെ സംസാരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ വേഗതയെ അത് ബാധിക്കും. ഇവിടെ വെക്കുന്നതിലും ഒച്ച നമുക്ക് അവിടെ വെക്കുന്നതിലുമായിട്ടുള്ള വ്യത്യാസം കാണും. പിന്നെയുള്ള തരംഗ ദൈർഘ്യം, അതായത് എത്ര ദൂരം പോകുന്നു അല്ലെങ്കിൽ എത്രമാത്രം നമ്മുടെ സഞ്ചരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ശബ്ദം പോകുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ മാറ്റം സംഭവിക്കുന്നത് എന്തിനൊക്കെയാണ്? ഒന്ന് വേഗതയ്ക്കും, രണ്ടാമത്തേത് തരംഗ ദൈർഘ്യത്തിനുമാണെന്ന് ഓർത്തിരിക്കണം. ആവൃത്തിക്ക് ഒരിക്കലും മാറ്റം വരത്തില്ല. കാരണം എന്താണ്? നമ്മുടെ വായിൽ നിന്നും നമ്മുടെ തോട്ടിൽ നിന്നോ ഇത് വരുന്നത്, അല്ലേ? ശബ്ദം വരുന്നത്. അപ്പോൾ അവിടെ ആവൃത്തിക്ക് വലിയ മാറ്റം സംഭവിക്കുന്നില്ല. ആകെ സംഭവിക്കുന്നത് ഒന്ന് വേഗതയ്ക്കും, രണ്ട് തരംഗ ദൈർഘ്യത്തിനും. ഞാനിന്ന് രാവിലെ എൻ്റെ അളിയച്ചാർ വന്നിട്ടുണ്ടായിരുന്നു. അളിയച്ചാർ വന്നപ്പോൾ ഇന്ന് രാവിലെ 4:30 ട്രെയിന് തിരിച്ച് ട്രിവാൻഡ്രം പോകുമായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രം നമുക്കറിയാം ട്രെയിൻ ഓടുന്ന പാളത്തിൽ കൂടിയാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ പഴയ ആൾക്കാരൊക്കെ ഈ പാളം ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് ട്രെയിൻ വരുന്നുണ്ടോ ഇല്ലെന്ന് അറിയാണ്ട് പാളത്തിൽ ചെവി വെച്ച് നോക്കേണ്ടിട്ടുണ്ട്, അല്ലേ? അതായത് ട്രെയിൻ വരുന്നുണ്ടോ ഇല്ലയോ ദൂരെയും തന്നെ നമുക്കറിയാൻ സാധിക്കും. അത് മറ്റൊരു മാധ്യമം, അല്ലേ? അതായത് നമ്മുടെ സോളിഡ് സ്റ്റേറ്റിലൂടെയാണ് അവിടെ നമ്മുടെ ശബ്ദം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, അവിടെയും കണ്ടോ വേഗത വളരെ കൂടുതലാണ്. നമ്മുടെ ശബ്ദത്തിന് സോളിഡ്സിൽ ഏറ്റവും കൂടുതലുള്ളത് സോളിഡ്സിലാണ് ശബ്ദം ഉള്ളത്. അതിന് വളരെ കൂടുതലായിട്ടാണ് അതുകൊണ്ടാണ് ദൂരെയുള്ള ട്രെയിൻ പോലും വരുന്നുണ്ടോ നമുക്ക് ചെവി വെച്ചാൽ അറിയാൻ സാധിക്കുന്നത്. പിന്നെയുള്ള തരംഗ ദൈർഘ്യം. ഈ രണ്ടെണ്ണത്തിനാണ് മാറ്റം സംഭവിക്കുന്നത്, ഓർത്തിരിക്കും കേട്ടോ. ഇനിയും എന്താണ് അവിടെ പറയുന്നുണ്ടോ? ഒന്ന് വേഗതയ്ക്കും, രണ്ട് തരംഗ ദൈർഘ്യത്തിനുമാണ് അവിടെ മാറ്റം സംഭവിക്കുന്നത്. ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടന്നു പോകുമ്പോൾ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുള്ള തരംഗ ചലനങ്ങളാണ് ശബ്ദചലനം. ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന ചലനങ്ങൾ, അതായത് സഞ്ചരിക്കാനായിട്ട് മാധ്യമം ആവശ്യമുള്ള തരംഗ ചലനങ്ങളാണ് ഒന്ന് ശബ്ദതരംഗങ്ങളും, രണ്ടാമത്തേത് ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന ചലനങ്ങളും. ഇനി മാധ്യമത്തിൽ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗ ദൈർഘ്യം. കമ്പനം എന്ന് വെച്ചാൽ വൈബ്രേഷൻ. അപ്പോൾ മാധ്യമത്തിലെ കണിക ഒരു കമ്പനം, അതായത് ഒരു വട്ടം പോയിട്ട് തിരിച്ചു വരാൻ പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തിന് പറയുന്ന പേരാണ് എന്ന് പറയുന്നത് തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്.
ഇനിയും ഇത് പഠിക്കണം, ചോദിച്ചിട്ടുണ്ട്. ശബ്ദത്തിന് സാധാരണ അന്തരീക്ഷ താപനിലയിൽ വായുവിലുള്ള വേഗത 340 മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ 340 മീറ്റർ പെർ സെക്കൻഡ്. ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് സ്പീഡ് ഓഫ് സൗണ്ട്, അല്ലെങ്കിൽ ശബ്ദത്തിന് സാധാരണ അന്തരീക്ഷ താപനിലയിൽ വായുവിലുള്ള വേഗതയാണ് 340 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ എത്രമാത്രം കമ്പനങ്ങളുണ്ടായി, എത്രമാത്രം വൈബ്രേഷൻസ് ഉണ്ടായി. നമ്മുടെ ഫോണാണ് നമ്മൾ വൈബ്രേഷൻ മോഡിലിട്ടിട്ട് നമ്മൾ പോകും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിങ്ങനെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ? അവിടെ ഒരു സെക്കൻഡിൽ എത്ര കമ്പനം ഉണ്ടാകുന്നുണ്ടോ അതിന് പറയുന്ന പേരാണ് ആവൃത്തി അഥവാ ഇത് ഫ്രീക്വൻസി എന്ന് നമ്മൾ പറയുന്നത്. ശബ്ദമുണ്ടാകാൻ കാരണം എന്താണ്? വസ്തുക്കളുടെ കമ്പനം. അതായത് ഈ ഫോൺ വെറുതെ അന്തരീക്ഷത്തിൽ കെട്ടി തൂക്കിയിട്ടാൽ അവിടെ ഒരു ശബ്ദം ഉണ്ടാകുന്നില്ല. ഈ ഫോൺ ഒരു ടേബിളിൻ്റെ മുകളിലോ പുസ്തകത്തിന് മുകളിലോ ഇരിക്കുമ്പോഴായിരിക്കും ശരിക്കുമുള്ള വൈബ്രേഷൻ നമുക്ക് കേൾക്കുന്നത്. അപ്പോൾ എന്താണ്? ഒരു ശബ്ദം ഉണ്ടായിട്ട് കാരണം വസ്തുക്കളുടെ കമ്പനം മൂലമാണ്. ഇനി ശബ്ദതരംഗം ഏത് തരംഗത്തിന് ഉദാഹരണമാണ്? അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണമാണ് കേട്ടോ. അതായത് ശബ്ദതരംഗം നമ്മുടെ അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണമാണ്. ശബ്ദത്തിന് 3 സവിശേഷതകളാണ്. 1 ഉച്ചത, 2 സ്ഥായി, 3 ഗുണം കേട്ടോ. ശബ്ദത്തിൻ്റെ 3 സവിശേഷതകളാണ്. 1 ഉച്ചത ലൗഡ്നെസ്, 2 സ്ഥായി എങ്ങനെയാണോ അത് പറയുന്നത് അതിൻ്റെ ഇതാണ് പറയുന്നത്, 3 അതിൻ്റെ ഗുണം. ഇനി ശ്രവണബോധം ഉളവാകുന്ന ഊർജ്ജ രൂപമാണ് ശബ്ദം. ഇത്ര നോക്കണമെന്നില്ല കേട്ടോ. ഇനി ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കൾ പറയുന്ന പേരാണ് ശബ്ദസ്രോതസ്സുകൾ. ഓർത്തിരിക്കണം, എന്താണ് നമ്മുടെ ശബ്ദസ്രോതസ്സുകൾ എന്നാണ് ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേര്. അതായത് നമ്മുടെ ചെണ്ട, മൃദംഗം, വയലിൻ ഇതെല്ലാം എന്താണ്? ശബ്ദസ്രോതസ്സുകളാണ്. പിന്നെ സ്പീക്കേഴ്സ് ഇതെല്ലാം ശബ്ദസ്രോതസ്സുകളാണ്. ഇനി ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. നമ്മുടെ യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി അത് ഹെർട്സ് ആണ്. ഇനി സിമ്പിൾ പെൻഡുലം 1 സെക്കൻഡിൽ ചെയ്യുന്ന ദോളത്തിൻ്റെ എണ്ണമാണ് ആവൃത്തി. അതായത് നമ്മുടെ ക്ലോക്കിലുള്ള പെൻഡുലം നമുക്കറിയാം, അത് മുന്നോട്ടും പുറകോട്ടും ഇങ്ങനെ ടു ആൻഡ് ഫ്രോ മോഷനിൽ ഇങ്ങനെ ആടും. അതിൻ്റെ 1 സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ഓസിലേഷൻസിൻ്റെ എണ്ണത്തിന് പറയുന്ന പേരാണ് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി പെൻഡുലത്തിന് നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. നമുക്കറിയാം, നമ്മളൊരു കല്ല് ഒരു കയറെ കെട്ടിയിട്ട് നമ്മുടെ കയ്യിൽ കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടാൻ നോക്കുക. അപ്പോൾ ആദ്യം നീളം കൂട്ടിയാട്ടുക, ആദ്യം നീളം കുറച്ചാട്ടുക, അതിനുശേഷം നീളം കൂട്ടിയാട്ടുക. അപ്പോൾ നമുക്കറിയാം, നീളം കുറച്ചാട്ടുമ്പോൾ അത് ഒരുപാട് വട്ടം ഫ്രീക്വൻസി, അതായത് ഒരുപാട് വട്ടം ആവർത്തിക്കും. പക്ഷേ നീളം കൂടുവാണെങ്കിൽ അതിൻ്റെ ആവൃത്തി കുറയും. അതായത് നീളം കുറവുള്ളപ്പോൾ ഒരു 10 വട്ടം ചെയ്തെങ്കിൽ നീളം കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 7 വട്ടം അല്ലെങ്കിൽ 6 വട്ടമൊക്കെ അതിൻ്റെ ആവൃത്തി കാണുകയുള്ളൂ. ഇനി ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യാൻ അതിൻ്റേതായ ഒരു പ്രത്യേക ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ സ്വാഭാവിക ആവൃത്തി, നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയും. ഓർത്തിരിക്കണം, ഒരു വസ്തുവിൻ്റെ സ്വതന്ത്രമായ കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റേതായ ഒരു പ്രത്യേക ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് അതിൻ്റെ സ്വാഭാവിക ആവൃത്തി. സിമ്പിളായിട്ട് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. നമ്മുടെ സീസോ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ മണിയൊക്കെ അടിക്കും അല്ലേ? നമ്മുടെ മണിയൊക്കെ അടിക്കുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ളൊരു സ്വതന്ത്രമായിട്ട് കമ്പനം ചെയ്യാനായിട്ട് നമ്മൾ അനുവദിച്ചാൽ അതിൻ്റെ ആ ഒരു വസ്തു അതിൻ്റേതായിട്ടൊരു ഫ്രീക്വൻസി തന്നെ അത് നിലനിർത്താനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ അത് കമ്പനം ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിന് പറയുന്ന പേരാണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമതയ്ക്ക് പറയുന്ന പേരാണ് സ്ഥായി. നമ്മൾ കണ്ടായിരുന്നല്ലേ, ശബ്ദത്തിൻ്റെ 3 ശബ്ദത്തിൻ്റെ 3 സവിശേഷതകളായിരുന്നു ഉച്ചത, സ്ഥായി, ഗുണം. അതിലെ ഉച്ചത എന്ന് വെച്ചാൽ ലൗഡ്നെസ്സാണ്. ഇനിയും അതിൻ്റെ കൂർമതയ്ക്ക് പറയുന്ന പേരാണ് സ്ഥായി എന്ന് പറയുന്നത്. സ്ഥായി കൂടിയ ശബ്ദം ആർക്കാണുള്ളത്? സ്ത്രീ ശബ്ദത്തിനാണുള്ളത്. അതെന്താണ്? സ്ത്രീകളെ മിണ്ടുമ്പോൾ പുരുഷന്മാർ മിണ്ടാതിരിക്കുന്നു കേട്ടോ. ഓക്കെ, ഓർത്തിരിക്കണം. ശബ്ദത്തിൻ്റെ കൂർമതയ്ക്ക് നമ്മൾ കണ്ടില്ലേ, ചിലരിങ്ങനെ സംസാരിച്ച് നമുക്ക് ഭയങ്കരമായിട്ട് തുളച്ച് കയറുന്ന പോലെ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമതയ്ക്ക് പറയുന്ന പേരാണ് സ്ഥായി. അപ്പം ഏറ്റവും കൂടുതൽ സ്ഥായി കൂടുതലുള്ളവരാണ് നമ്മുടെ സ്ത്രീകളിൽ. സ്ഥായി കുറഞ്ഞവരാണ് പുരുഷന്മാർ കേട്ടോ. പുരുഷന്മാർ ഭയങ്കര പാവങ്ങളാണെന്ന് അർത്ഥം കേട്ടോ. ഡിസ്ക്രിമിനേഷൻ പറഞ്ഞല്ല, ശബ്ദത്തിൻ്റെ ഇത് പറഞ്ഞ കേട്ടോ. അടുത്തത്, ശബ്ദം ഒരാളിൽ ഉളവാക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവിന് പറയുന്ന പേരാണ് ഉച്ചത അല്ലെങ്കിൽ ലൗഡ്നെസ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം, ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന, ഇപ്പം ഞാൻ പറയുന്ന ഈ ശബ്ദം നിങ്ങളിൽ ഉണ്ടാക്കുന്ന കേൾവി, നിങ്ങൾ എത്രമാത്രം കേൾക്കുന്നുണ്ടോ അതിൻ്റെ അനുഭവത്തിന് പറയുന്ന പേരാണ് ഉച്ചത. ഇപ്പോൾ ഞാനിപ്പം പതുക്കെ പറയുവാണെങ്കിൽ നിങ്ങൾ പറയത്തില്ലേ, കേൾക്കത്തില്ലെന്ന് പറയത്തില്ലേ? ഇപ്പം ഞാൻ ഉറക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ പറയില്ലേ, സാറേ നല്ല സ്വരമെന്ന് പറയും.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് മറ്റൊരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവിന് പറയുന്ന പേരാണ് ഉച്ചത അല്ലെങ്കിൽ ലൗഡ്നെസ് എന്ന് പറയുന്നത്. ശബ്ദത്തിൻ്റെ ഉച്ചതര യൂണിറ്റാണ് ഡെസിബൽ കേട്ടോ. നമ്മൾ മുമ്പേ കണ്ടായിരുന്നു, ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് തുടക്കത്തിൽ കണ്ടായിരുന്നു ഉച്ചതര യൂണിറ്റാണ് ഡെസിബൽ. ഇനി ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡെസിബൽ മീറ്റർ കേട്ടോ. ഓർത്തിരിക്കണം, ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡെസിബൽ മീറ്റർ. ഇനി ശബ്ദത്തിന് സഞ്ചരിക്കാനായിട്ട് മാധ്യമം ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് സംസാരിച്ചാൽ കേൾക്കാതിരിക്കുക കേട്ടോ. ശബ്ദത്തിൽ സംസാരിക്കാൻ എന്തെങ്കിലും ഒരു മാധ്യമം ആവശ്യമാണ്. അവിടെ വാക്കമായിട്ട് തന്നെ അവിടെ എന്താണ് സംസാരിച്ചാൽ കേൾക്കുകയില്ല. ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഓർത്തേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ശബ്ദവും അതുപോലെ തന്നെ അതിൻ്റെ മനുഷ്യൻ്റെ ശ്രവണയ്ക്ക് അല്ലെങ്കിൽ മനുഷ്യൻ്റെ കേൾവിക്ക് എന്താ പറയുന്നത്, മനുഷ്യൻ്റെ കേൾവിക്ക് പ്രശ്നമുണ്ടാക്കുന്ന ലൗഡ്നെസ് എത്രയ്ക്ക് മുകളിലാണ് അറിയാവോ? പഠിപ്പിച്ചതാ. മനുഷ്യൻ്റെ ശ്രവണതയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന ലൗഡ്നെസ് എത്രയ്ക്ക് മുകളിലാണ്? എത്ര ഹെർട്സിന് മുകളിലാണ്? 120 ഹെർട്സിന് മുകളിൽ കേട്ടോ. ഓർത്തിരിക്കണം, 120 ഹെർട്സിന് മുകളിലാണെങ്കിൽ നമ്മുടെ ശബ്ദത്തിന് അല്ലെങ്കിൽ നമ്മുടെ ചെവിക്ക് അത് പ്രശ്നമാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റാണ് ഡെസിബൽ അല്ലേ. അപ്പോൾ ഓർത്തിരിക്കണം, നമ്മുടെ ശബ്ദം ഒരു മനുഷ്യനിൽ വേദന ഉളവാക്കുന്ന അല്ലെങ്കിൽ ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം എത്രയായിരിക്കണം? 120 ഡെസിബലിൽ കൂടുതലാണെങ്കിൽ അത് നമ്മുടെ ശബ്ദത്തിൻ്റെ എന്താണ് ഇതിന് കൂടുതലായിരിക്കും കേട്ടോ. ഇനി മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്ര മുതൽ എത്ര വരെയാണ് അറിയാവോ? പഠിപ്പിച്ചതാ. മനുഷ്യൻ്റെ ശ്രവണ പരിധി ശ്രവണ പരിധി 20 മുതൽ 20,000 വരെ ഹെർട്സ് വരെ കേട്ടോ. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ മനുഷ്യന് കേൾക്കുവാനായിട്ട് സാധിക്കും. ഓർത്തിരിക്കണം, 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി പറയുന്നത്. ഇനിയും മനുഷ്യരിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന അവയവം ഏതാ അല്ലെങ്കിൽ തൊണ്ടയിലെ ഭാഗം ഏതാ? അറിയാവോ? മനുഷ്യൻ ശബ്ദം ഉണ്ടാക്കുന്ന തൊണ്ടയിലെ ഭാഗം. ഇപ്പം ഞാൻ ഈ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിൽ ഒരു ഭാഗം കിടന്ന് അനങ്ങുന്നുണ്ട്. ആ ഭാഗത്തിന് പറഞ്ഞ പേരെന്നാ? സയൻസിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന അറിയാവോ? ലാരിങ്സ്, LARNYX കേട്ടോ. ഓർത്തിരിക്കണം, ലാരിങ്സ് ആണ് മനുഷ്യനിൽ ശബ്ദം പുറപ്പെടുവിക്കാനായിട്ട് സഹായിക്കുന്ന തൊണ്ടയിലെ ഭാഗം കേട്ടോ. ഇനി മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത എത്ര? ശ്രവണ സ്ഥിരത, ഒരു കാര്യം കേട്ടാൽ എത്ര നേരം മനുഷ്യൻ്റെ ചെവിയിൽ അത് നിൽക്കും? അറിയാവോ? മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത പഠിപ്പിച്ചതല്ലേ? എത്രയാണ് മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത? 1/10. കാഴ്ച സ്ഥിരതയാണെങ്കിലോ എത്രയാണ് വരേണ്ടത്? ശ്രവണ സ്ഥിരതയാണെങ്കിൽ 1/10, കാഴ്ച സ്ഥിരതയാണെങ്കിൽ 1/16 കേട്ടോ. അതായത് നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് വിഷൻ ആണെങ്കിൽ 1/16, പെർസെൻറ്റേജ് ഓഫ് ഹിയറിംഗ് ആണെങ്കിൽ 1/10 കേട്ടോ. ഇതൊക്കെ ഓർത്തിരിക്കണം, ഈ ചെറിയ വാല്യൂസൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. മനുഷ്യനൊരു കാര്യം കേട്ടാൽ അത് മനുഷ്യൻ്റെ ചെവിയിൽ നിൽക്കാനുള്ള എത്ര നേരം നിൽക്കും, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ ചെവിയിൽ എത്ര നേരം അത് നിലനിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പം അത് 1/10 സെക്കൻഡ്, 1/10 ഇത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ ശ്രവണ സ്ഥിരതയുള്ളൂ. നമ്മുടെ കാഴ്ച സ്ഥിരതയാണ്, നമ്മളൊരു കണ്ട കാര്യം നമ്മുടെ കണ്ണിൽ അത് 1/16 സെക്കൻഡ്സ് കേട്ടോ. 16 ഭാഗം അല്ലെങ്കിൽ 1/16 സെക്കൻഡാണ് നമ്മുടെ കണ്ണിൽ അത് നിൽക്കുന്നത് കേട്ടോ. ഇനി മനുഷ്യന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ശബ്ദം എന്താണ് പ്രതിനിധി അല്ലെങ്കിൽ എക്കോ ഉണ്ടാക്കാനുള്ള മിനിമം ദൂരം എത്രയാണെന്നറിയാവോ? എക്കോ ഉണ്ടാക്കാനുള്ള മിനിമം ദൂരം, ഇപ്പം ഞാനിവിടെ സംസാരിക്കുമ്പോൾ എക്കോ ഇല്ല, ഈ മുറിക്കകത്ത് എക്കോ ഇല്ല, കാരണം ആ മിനിമം ദൂരം അത് എന്താണ് സാറ്റിസ്ഫൈ ആകുന്നില്ല. അപ്പോൾ എക്കോ ഉണ്ടാക്കാനുള്ള മിനിമം അകലം എത്രയാണെന്നറിയാവോ? 17 മീറ്റർ കേട്ടോ. ഇതുപോലുള്ള കോൺസ്റ്റൻറ്റ് വാല്യൂസൊക്കെ ഓർത്തിരിക്കണം. 17 മീറ്ററാണ് നമ്മുടെ പ്രതിനിധി ഉണ്ടാക്കാനുള്ള കുറഞ്ഞ അകലം. പ്രതിനിധി വെച്ചാൽ എക്കോ കേട്ടോ. നമ്മുടെ പ്രതിനിധി ഉണ്ടാക്കാനുള്ള കുറഞ്ഞ ദൂരം 17 മീറ്ററാണ്. അതുപോലെ തന്നെ ചന്ദ്രനിൽ നമ്മൾ സംസാരിച്ച ശബ്ദം കേൾക്കത്തില്ല. അതിന് കാരണം എന്താ? ചന്ദ്രനിൽ ചെന്ന് സംസാരിച്ചാൽ ശബ്ദം കേൾക്കുകയില്ല. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രനിൽ ഇരുന്ന് ക്ലാസ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ പറയും സാറേ കേൾക്കുന്നില്ല എന്ന്. അതിന് കാരണം എന്നായിരിക്കും? കാരണം എന്താ? നമ്മുടെ അന്തരീക്ഷ വായു ചന്ദ്രനില്ല കേട്ടോ. അന്തരീക്ഷ വായു ചന്ദ്രനില്ലാത്തതുകൊണ്ടാണ് അത് കേൾക്കാത്തത് കേട്ടോ. ഓർത്തിരിക്കണം, ഇത്രയും കാര്യങ്ങൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും നമ്മൾ പറഞ്ഞത് മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ശ്രവണ പരിധിയേക്കാൾ ഉയർന്ന ശബ്ദത്തിന് പറഞ്ഞ പേരെന്താണെന്നറിയോ? അൾട്രാസോണിക് സൗണ്ട്. അതിനേക്കാളും താഴ്ന്ന ശബ്ദത്തിന് പറഞ്ഞ പേരാണ് ഇൻഫ്രാസോണിക് സൗണ്ട് കേട്ടോ. ഉയർന്നതാണെങ്കിൽ അൾട്രാസോണിക്കും താഴ്ന്നതാണെങ്കിൽ ഇൻഫ്രാസോണിക്കും കേട്ടോ. രണ്ട് കാര്യങ്ങളും ഓർത്തിരിക്കണം. നമ്മുടെ ശ്രവണ പരിധി
20 മുതൽ 20,000 ഹെർട്സ് വരെയാണ്. അതിന് മുകളിലുള്ള ശബ്ദമാണ് കേൾക്കുന്നതെങ്കിൽ അത് അൾട്രാസോണിക്കും. അതായത് 20,000 മുകളിലോട്ടാണ് ശബ്ദം വരുന്നതെങ്കിൽ അത് അൾട്രാസോണിക്കും. 20 ഹെർട്സിന് താഴെയാണെങ്കിൽ അത് ഇൻഫ്രാസോണിക് സൗണ്ടുമാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. യെസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്നിലധികം സെല്ലുകൾ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാൽ, അതായത് ശ്രേണി രീതി എന്ന് വെച്ചാൽ നമ്മുടെ സീരീസ് അല്ലേ, സീരീസിൽ ബന്ധിപ്പിച്ചാൽ താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അതായത് ഇങ്ങനെ ഒരു സെല്ലുകൾ നമ്മൾ സെലക്ട് ചെയ്ത് പോയാൽ എന്നാ സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സീരീസ് രീതി നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് പോയാൽ എന്താണ് താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന? നോക്കിയേ, ഓരോ സെല്ലിലൂടെയും കടന്നു പോകുന്ന EMF തുല്യമായിരിക്കും. അത് ശരിയല്ലേ? ഓരോ സെല്ലിലൂടെയും കടന്നു പോകുന്ന കറണ്ടുകൾ തുല്യമായിരിക്കും. അതായത് നമുക്കറിയാലോ, നമ്മുടെ ഒരു ഇതിൽ സീരീസ് ആയിട്ട് നമ്മൾ വെച്ചാൽ ഒരു സെല്ല് നമ്മൾ ഒന്നിലധികം സെല്ലുകൾ നമ്മൾ ശ്രേണി രീതിയിൽ നമ്മൾ കണക്ട് ചെയ്താൽ ഓരോ സെല്ലിലൂടെയും കടന്നു പോകുന്ന കറണ്ട് തുല്യമായിരിക്കും. പറഞ്ഞ പോയിന്റ് ശരിയാണ്. പിന്നെ എന്താ ഉള്ളത്? ആകെ EMF സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. ശരിയല്ലേ? അതായത് ആകെ മൊത്തം സെല്ലിൻ്റെ EMF കണ്ടുപിടിച്ചാലും അത് സർക്യൂട്ടിൻ്റെ സർക്യൂട്ടിൽ പോകുന്ന EMFന് അതിൻ്റെ തുകയോട് തുല്യമായിരിക്കും നമ്മുടെ ആകെ EMF എന്ന് പറയുന്നത്. പോയിന്റ് ശരിയാണ്. ഇനിയും സർക്യൂട്ടിൽ ബാറ്ററി ഉണ്ടാക്കുന്ന ആന്തരിക പ്രതിരോധം കുറയുന്നു. തെറ്റാണ്. ആന്തരിക പ്രതിരോധം ഇവിടെ കൂടുകയാണ് ചെയ്യുന്നത് കേട്ടോ, ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ എന്താണെന്ന് പറയുന്നത്? ഓൾറെഡി നമ്മൾ പറഞ്ഞുകൊണ്ടേക്കും, ഒന്നിലധികം സെല്ലുകൾ ഉചിതമായ രീതിയിൽ ബന്ധിപ്പിച്ചാൽ അതൊരു ബാറ്ററി ആകും. സെല്ലുകളെ 2 രീതിയിൽ ബന്ധിപ്പിക്കാം. അവയാണ് ശ്രേണി രീതി, സമാന്തര രീതി. ശ്രേണി രീതിയാണെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യുക. ബാറ്ററി ആണ്ടാണ് ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. ബാറ്ററിയുടെ സിമ്പിളല്ലേ ഇത്? ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ശ്രേണി രീതി. ഓക്കെ, ഒന്നിലധികം സെല്ലുകൾ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് അതിന് പറഞ്ഞ പേരാണ് ശ്രേണി രീതി എന്ന് പറയുന്നത്. ഇനി എന്താണ് സമാന്തര രീതി? പാരലൽ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഇവിടെ വെക്കുന്നു, ഒരെണ്ണം അതിൻ്റെ താഴെ വെക്കുന്നു, ഒരെണ്ണം വീണ്ടും അതിൻ്റെ താഴെ വെക്കുന്നു, ഇങ്ങനെ പോയത് സമാന്തര രീതി. അപ്പോൾ ഓർത്തിരിക്കണം കേട്ടോ. ഇനിയും ഒരു സെല്ലിൻ്റെ പോസിറ്റീവിനെ രണ്ടാമത്തെ നെഗറ്റീവിലേക്ക് എന്ന ക്രമത്തിലാണ് സെല്ല് ഒന്നൊന്നിനെ തുടർച്ചയായി ബന്ധിപ്പിക്കും. നമുക്കറിയാലോ, നമ്മൾ കണക്ഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ, ഒരെണ്ണത്തിൻ്റെ പോസിറ്റീവാണ് മറ്റേ നെഗറ്റീവ് കൊണ്ട് കണക്ട് ചെയ്യുന്നത്. ഒരെണ്ണത്തിൻ്റെ നെഗറ്റീവ് മറ്റേതിൻ്റെ പോസിറ്റീവ് കൊണ്ട് കണക്ട് ചെയ്യണം. ഒരു LED ബൾബാണ് കത്തണമെങ്കിൽ അതിൻ്റെ നീളമുള്ള കാല് പോസിറ്റീവും നീളം കുറഞ്ഞ കാല് നെഗറ്റീവാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ബാറ്ററി 1.5ൻ്റെ ഒരു ബാറ്ററി എടുത്താൽ നമ്മൾ ആ ബാറ്ററിയുടെ പൊങ്ങിയിരിക്കുന്ന ഭാഗമാണ് നമ്മൾ നീളം കൂടിയ ഭാഗത്തോട് കണക്ട് ചെയ്യുന്നത്. നേരെ പരന്ന ഭാഗം അല്ലെങ്കിൽ നേരെയുള്ള ഭാഗം നമ്മൾ എവിടെ കൊണ്ട് കണക്ട് ചെയ്യും? ചെറിയ കാലിൽ കൊണ്ട് കണക്ട് ചെയ്യും. നമ്മുടെ LED ബൾബ് പ്രകാശിക്കും. അപ്പം ഒരു സെല്ലിൻ്റെ പോസിറ്റീവിൻ്റെ രണ്ടാമത്തേൻ്റെ നെഗറ്റീവിലേക്ക് എന്ന ക്രമത്തിൽ സെല്ലുകളെ ഒന്നൊന്നായിട്ടാണ് തുടർച്ചയായി ബന്ധിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ. ഇവിടെ പറയുന്നുണ്ട്, നോക്കി, ശ്രേണി രീതിയുടെ സവിശേഷതകളാണ് ആകെ EMF സർക്യൂട്ടിൻ്റെ സെല്ലുകളുടെ EMFൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. ഇതാണ് ഇവിടെ പറഞ്ഞത്. ഇനിയും ഓരോ സെല്ലിലൂടെയും കടന്നു പോകുന്ന കറണ്ട് തുല്യമായിരിക്കും. കണ്ടോ, EMFൻ്റെ തുകയ്ക്ക് തുല്യമാണ്, കറണ്ട് തുല്യമാണ്. കണ്ടോ, സർക്യൂട്ടിൽ ബാറ്ററി ഉണ്ടാകുന്ന ആന്തരിക പ്രതിരോധം കൂടും. ഇവിടെ പറഞ്ഞ എന്താണ്? ആന്തരിക പ്രതിരോധം കുറയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പോയിന്റ് തെറ്റായിപ്പോയി. കണ്ടോ, സർക്യൂട്ടിൽ ബാറ്ററി ഉണ്ടാകുന്ന ആന്തരിക പ്രതിരോധം കൂടും. പിന്നെ ഉയർന്ന വോൾട്ടേജിൽ ബാഹ്യ സർക്യൂട്ടിലെ കറണ്ട് വർദ്ധിക്കും. അതായത് വോൾട്ടേജ് കൂടിയാൽ അവിടെ ബാഹ്യ സർക്യൂട്ടിലുള്ള കറണ്ട് വർദ്ധിക്കും. ഇനി സെല്ലുകളെ സമധ്രുവങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് സമാന്തര രീതി അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകണം, ഇങ്ങനെ കണക്ട് ചെയ്ത് പോകണം. ഇനിയും അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒരേ EMFിലുള്ള സെല്ലുകളാണെങ്കിൽ ആകെ EMF സർക്യൂട്ടിലെ ഒരു സെല്ലിൻ്റെ EMFന് തുല്യമായിരിക്കും. ഇപ്പോൾ നമ്മൾ 1.5 ആണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരുപാടെണ്ണം വെച്ചാലും അതിന് എത്രയേ വരത്തുള്ളൂ? 1.5 മാത്രമേ വരത്തുള്ളൂ. അതായത് ഒരേ EMFിലുള്ള സെല്ലുകളാണെങ്കിൽ ആകെ EMF എന്ന് പറയുന്നത് സർക്യൂട്ടിലെ ഒരു സെല്ലിൻ്റെ EMFന് തുല്യമായിരിക്കും വരേണ്ടത്. ഇവിടെയാണെങ്കിൽ എന്താണ്? കണ്ടോ, ആകെ EMF സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFന് തുല്യമായിരിക്കും. മുഴുവൻ അവിടെ എടുക്കണം. ഇവിടെയാണെങ്കിൽ അതിലെ ഒരെണ്ണം മാത്രമേ വരുന്നുള്ളൂ. ഇനി സർക്യൂട്ടിലെ ആകെ കറണ്ട് സെല്ലുകളിലൂടെ വിഭജിച്ച് പ്രവഹിക്കുക. അത് സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നു. സർക്യൂട്ടിലെ ആകെ കറണ്ട് സെല്ലുകളിലൂടെ വിഭജിച്ച് പോകുന്നു. ഇനിയും സർക്യൂട്ടിലെ ആന്തരിക പ്രതിരോധം വളരെ കുറവായിരിക്കും. ഇവിടെ കണ്ടോ, ഇവിടെ സർക്യൂട്ടിലെ ആന്തരിക പ്രതിരോധം വളരെ കൂടുതലായിരിക്കും. സീരീസിലാണെങ്കിൽ കൂടുതലായിരിക്കും, നമ്മുടെ പാരലാണെങ്കിൽ കുറവായിരിക്കും. കുറഞ്ഞ വോൾട്ടേജിൽ കൂടുതൽ സമയം കറണ്ട് ലഭ്യമാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ സമാന്തര രീതി. അതായത് കുറഞ്ഞ വോൾട്ടേജിൽ കൂടുതൽ സമയം കൂടുതൽ കറണ്ട് ലഭ്യമാക്കാൻ സാധിക്കുന്നതാണ് സമാന്തര രീതി. ഇവിടെ നിന്നൊരു ചോദ്യം ചോദിക്കുന്നത്, നമ്മുടെ വീട്ടിലുള്ള ഹൗസ് ഹോൾഡ് കണക്ഷൻ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്?
ശ്രേണിയിലാണോ സമാന്തരത്തിലാണോ? നമ്മുടെ വീട്ടിലുള്ള കണക്ഷനൊക്കെ കൊടുക്കുന്നതേ സീരീസിലാണോ പാരലിലാണോ? ഒന്ന് ആലോചിച്ചാൽ മതി, ഉത്തരം കിട്ടും. നമ്മുടെ വീട്ടിലുള്ള സർക്യൂട്ടുകളൊക്കെ കൊടുക്കുന്നത് സീരീസിലായിരിക്കുമോ പാരലിലായിരിക്കുമോ? അതുകൊണ്ട് കേട്ടില്ല. സീരീസിലാണോ പാരലിലാണോ? നേരെയാണോ കണക്ട് ചെയ്തത് അതോ പാരലായിട്ടാണോ കണക്ട് ചെയ്യുന്നത്? നമ്മുടെ ഹൗസ് ഹോൾഡ് കണക്ഷൻസ് എല്ലാം കമൻറ്റ് ചെയ്തിട്ടാൽ മതി, പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. ഹൗസ് ഹോൾഡ് കണക്ഷൻസ് ഒരു വട്ടം ചോദിച്ചതാണ്, ഒരു വട്ടം ഒന്നുമല്ല. നമ്മുടെ മിക്കപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നത് അതായത് നമ്മുടെ പാരലായിട്ടാണ് കൊടുക്കുന്നത്. കാരണം സീരീസ് ആയിട്ട് കൊടുത്താൽ കുഴപ്പം എന്താണ്? ഒരെണ്ണം പോയാൽ എവിടെയല്ല നമ്മുടെ മാല ബൾബ് ഓർത്താൽ മതി. നമ്മുടെ ഇലിമിനേഷൻ ബൾബില്ലേ, നമ്മൾ ഈ ക്രിസ്മസിനും നമ്മുടെ വീട്ടിലൊക്കെ പരിപാടിക്കൊക്കെ ഇടുന്ന ഇലിമിനേഷൻ ബൾബില്ലേ, അതിൻ്റെ കുഴപ്പം എന്നാണ്? അത് സീരീസ് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു ബൾബ് പോയാൽ ബാക്കിയുള്ള ബൾബ് ഒന്നും കത്തത്തില്ല. അല്ലെങ്കിൽ ഒരു ബൾബ് ഡാമേജ് ആയാലും ബാക്കി ഒറ്റ ബൾബും കത്തത്തില്ല. കാരണം അവിടെ എന്താ സംഭവിക്കുന്നത്? സീരീസിലായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഒരെണ്ണം പോയാൽ അതിനെ എല്ലാത്തിനും ഒരുമിച്ച് ബാധിക്കും. അവിടെ പോകുന്ന കറണ്ട് നമുക്കറിയാം, ഫ്രണ്ടിലൊരു റെസിസ്റ്ററും കപ്പാസിറ്ററും ഒരു ചെറിയ ട്രാൻസ്ഫോമറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിലൂടെ കടന്നു പോകുന്ന കറണ്ട് എല്ലാ ബൾബിലും ഒരേ വോൾട്ടേജാണ് ചെല്ലുന്നത്. പക്ഷേ നമ്മൾ സമാന്തര രീതിയിലൂടെ കണക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ കണക്ട് ചെയ്ത് നമുക്കറിയാം ട്യൂബിനൊരു വോൾട്ടേജാണ്, നമ്മുടെ ഓവന് മറ്റൊരു വോൾട്ടേജാണ്, ഫാനിന് മറ്റൊരു വോൾട്ടേജാണ്, കമ്പ്യൂട്ടർ പ്രവർത്തിക്കണമെങ്കിൽ മറ്റൊരു വോൾട്ടേജാണ്, ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ മറ്റൊരു വോൾട്ടേജാണ്. ഇങ്ങനെ പല വോൾട്ടേജിലൂടെ കടന്നു പോകുന്നു അല്ലേ? അപ്പോൾ ഇതൊരിക്കലും എന്താണ്? നമുക്ക് പാരലായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് പല സ്വിച്ചുകൾ വെച്ച് ബന്ധിപ്പിച്ച് അതിനെ നിർത്തുകയും അതുപോലെ തന്നെ ഓൺ ആവശ്യമുള്ളപ്പോൾ അതിൻ്റെ ഉപയോഗം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതാണ് നമ്മുടെ പാരലൽ കണക്ഷൻ്റെ ഉപയോഗം. അപ്പോൾ നമ്മുടെ ഹൗസ് ഹോൾഡ് കണക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ വീട്ട് കണക്ഷൻസ് എല്ലാം നമ്മൾ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ പാരലായിരിക്കും കണക്ട് അല്ലെങ്കിൽ സമാന്തരമായിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്, ഓർത്തിരിക്കണം കേട്ടോ. ഇനി ഒരു സെല്ലിൻ്റെ EMF അളക്കുന്ന യൂണിറ്റാണ് വോൾട്ട്. എത്രമാത്രം എന്താണ് EMF അതിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പറയുന്ന പേരാണ് വോൾട്ട് എന്ന് പറയുന്നത്. അടുത്തത് പൊട്ടൻഷ്യൽ വ്യത്യാസവും EMFും അളക്കാനുള്ള ഉപകരണമാണ് വോൾട്ട് മീറ്റർ. നമ്മൾ പഠിച്ചതാണ് പൊട്ടൻഷ്യൽ വ്യത്യാസവും അതുപോലെ തന്നെ EMFും അളക്കുന്ന യൂണിറ്റിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഉപകരണത്തിന് പറയുന്ന പേരാണ് വോൾട്ട് മീറ്റർ. ഒരു സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ ഘടിപ്പിക്കുമ്പോൾ വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിനെ സെല്ലിൻ്റെ പോസിറ്റീവ് ഭാഗത്തോടും നെഗറ്റീവ് ടെർമിനലിൻ്റെ സെല്ലിൻ്റെ നെഗറ്റീവ് ഭാഗത്തോടും ചേർക്കണം. നമുക്കറിയാമല്ലോ പോസിറ്റീവ് നെഗറ്റീവ് എങ്ങോട്ട് ഇറക്കണം? പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ചേർത്തെങ്കിൽ മാത്രമേ വോൾട്ട് മീറ്റർ പ്രവർത്തിക്കത്തുള്ളൂ. ഇനി പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കേണ്ടതായ ബിന്ദുക്കളും വോൾട്ട് മീറ്റർ നമ്മൾ ഘടിപ്പിക്കേണ്ടത് സമാന്തരമായിട്ടാണ്. കാരണം സീരീസ് ആയിട്ട് ഘടിപ്പിച്ചാൽ അത് നമ്മുടെ വോൾട്ട് മീറ്ററിന് കേടാണ്. കേട്ടോ, പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കേണ്ടതായ ബിന്ദുക്കളും വോൾട്ട് മീറ്റർ നമ്മൾ ഘടിപ്പിക്കേണ്ടത് സമാന്തരമായി വേണം കണക്ട് ചെയ്യാൻ. ഇനിയും EMFിൻ്റെ ഫലമായി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ജനറേറ്റർ, ബാറ്ററി, സോളാർ സെൽ. ഓർത്തിരിക്കണം, EMFിൻ്റെ ഫലമായിട്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ജനറേറ്റർ, ബാറ്ററി, സോളാർ സെൽ. ഇനി ജനറേറ്ററിലെ ഊർജ്ജമാറ്റം എങ്ങനെയാണ് നമ്മുടെ എനർജി ചേഞ്ച് ഉണ്ടാകുന്നത്? യാന്ത്രികോർജ്ജത്തെ എങ്ങോട്ട് മാറ്റും? വൈദ്യോർജ്ജമായിട്ട് മാറ്റും. അത് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ എനർജിയാണ്. ആ മെക്കാനിക്കൽ എനർജീനെ എന്തായിട്ട് മാറ്റും? നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുകയാണ് ചെയ്തത്. ഇനി വൈദ്യുത രാസ ഊർജ്ജ പരിവർത്തനം പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കെമിക്കൽ റിയാക്ഷനെയാണ് നമ്മൾ എന്തായിട്ട് മാറ്റുന്നത്? നമ്മുടെ വൈദ്യുതോർജ്ജം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഇൻവേർട്ടർ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ നമ്മുടെ ബാറ്ററി വെള്ളമൊക്കെ ഒഴിക്കും ഇല്ലേ? എന്തിനു വേണ്ട? അതിൻ്റെ അകത്തൊരു ആനോടും കാതോടും ഉണ്ട്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ദണ്ടും നെഗറ്റീവായിട്ടുള്ള ദണ്ടും ഉണ്ട്. ഇവന്മാർ തമ്മിൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ അതിൻ്റെ അകത്തൊരു ആസിഡ് ഒഴിക്കും. ആ ആസിഡ് മൂലമുള്ള റിയാക്ഷൻ മൂലം അല്ലെങ്കിൽ ആ ഒരു രാസപ്രവർത്തനം മൂലമാണ്, ആ ഒരു കെമിക്കൽ റിയാക്ഷൻ മൂലമാണ് നമുക്ക് ഇൻവേർട്ടറൊക്കെ പ്രവർത്തിക്കുന്നത്. ഓർത്തിരിക്കണം, വൈദ്യുത രാസയിലെ ഊർജ്ജ പരിവർത്തനം എങ്ങനെയാണ് നമ്മുടെ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നത്. അതായത് രാസ ഊർജ്ജത്തെ നമ്മൾ എങ്ങോട്ട് മാറ്റും? വൈദ്യുതോർജ്ജമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി സോളാർ സെല്ലിലെ ഊർജ്ജമാറ്റം എങ്ങനെയാണ്? നമ്മുടെ പ്രകാശോർജ്ജത്തെ, നമ്മുടെ ഇപ്പോൾ എല്ലാ വീടുകളിലും നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാ വീടുകളിലും നമ്മൾ വെക്കുന്നതാണ് സോളാർ സെല്ല് അല്ലേ? അമിതമായിട്ടുള്ള കറണ്ട് ചാർജിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യമാണ് അതിനുള്ളത്. കറക്റ്റാണ്. ഏകദേശം ഒരു 4000 രൂപയ്ക്കൊക്കെ ബില്ല് നിങ്ങളുടെ വീട്ടിൽ ഒരു മാസം വരുന്നുണ്ടെങ്കിൽ, 2 മാസം കൂടുമ്പോൾ നമുക്ക് ബില്ല് വരുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളൊരു സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് വളരെ ലാഭമായിരിക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് ചാർജിൻ്റെ ഒരു 3 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ ഈ കറണ്ട് ചാർജ് നിങ്ങൾക്ക് നമ്മുടെ ഇതിലേക്ക് മാറ്റാവുന്നുള്ളൂ കേട്ടോ. അതും ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഉണ്ടാക്കുന്ന കറണ്ട് വേണമെങ്കിൽ വിൽക്കുകയും ചെയ്യും. അങ്ങനെ പല പുതിയ സാങ്കേതിക, അതായത് പുതിയ കണ്ടുപിടുത്തങ്ങൾ മൂലം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളൊക്കെ ഇനി പണിയുന്നുണ്ടെങ്കിൽ പോലും ഇതുപോലുള്ള സെറ്റപ്പിൽ നമ്മൾ പണിയുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. സോളാർ സെല്ലിൽ ഊർജ്ജം മാറ്റാം, പ്രകാശോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റും. അതായത് ലൈറ്റ് എനർജി നമ്മൾ എങ്ങനെ മാറ്റും? നമ്മുടെ ഉണ്ടെങ്കിലേ ഒഴിക്കാൻ പറ്റും. ഓക്കെ, പ്രകാശോർജ്ജം നമ്മൾ വൈദ്യുതോർജ്ജമാക്കി മാറ്റും. നമ്മുടെ ലൈറ്റ് എനർജി നമ്മൾ എങ്ങനെ മാറ്റും? സൂര്യൻ്റെ പ്രകാശത്തെ നമ്മൾ
പാനലിലൂടെ കയറ്റി അത് നമ്മൾ അതിൻ്റെ ഇലക്ട്രിക് എനർജിയായിട്ട് മാറ്റുവാനിത്. ഇനി ടി വി റിമോട്ടിലെ സെല്ലുകൾ ഘടിപ്പിച്ചിരിക്കുന്ന രീതി ശ്രേണിയിലാണ്. ഓർത്തിരിക്കണം, ടി വി റിമോട്ടിലെ സെല്ലുകൾ ഘടിപ്പിച്ചിരിക്കുന്ന രീതി ശ്രേണി രീതിയിലാണ്. അതുകൊണ്ടാണ് അത് ഒന്ന് താഴെ വീണാൽ എല്ലാം കൂടി അടിച്ചു പോകുന്നത് കേട്ടോ. ഓർത്തിരുന്നാൽ മതി, ടി വി റിമോട്ടിലെ സെല്ലുകൾ ഘടിപ്പിച്ചിരിക്കുന്ന രീതി ശ്രേണി രീതിയിലാണ്. 1.5 വോൾട്ടിൻ്റെ 4 സെല്ലുകൾ ശ്രേണിയായി ബന്ധിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആകെ വോൾട്ടത നമുക്കറിയാലോ. 1.5 വോൾട്ടിൻ്റെ 4 സെല്ലുകൾ നമ്മൾ എടുക്കുകയാണ്. അത് നമ്മൾ ശ്രേണിയായിട്ട് നേരെ 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 വെക്കുമ്പോൾ ആകെ വോൾട്ട് എത്രയുണ്ട്? 6 വോൾട്ട്. ശരിയല്ലേ? 1.5 1.5 1.5 1.5 കൂട്ടി എത്രയാണ്? 1.5 1.5 3 3 1.5 4.5 4.5 1.5 എന്താണ് 6. അപ്പോൾ 6 വോൾട്ടാണ് നമ്മുടെ 1.5 വോൾട്ടിൻ്റെ 4 സെല്ലുകൾ ശ്രേണിയായി ബന്ധിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആകെ വോൾട്ട്. ഇനി പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റാണ് വോൾട്ട്. നമ്മൾ രാവിലത്തെ ക്ലാസ്സിൽ യൂണിറ്റിൻ്റെ അതിൻ്റെ പറഞ്ഞായിരുന്നു. സർക്യൂട്ടിൻ്റെ ഏത് ദിശയിലേക്കാണ് നമ്മുടെ കറണ്ട് ഒഴുകുന്നത് ചോദിച്ചിട്ടുണ്ട്. അതായത് വിച്ച് ഡയറക്ഷൻ ദി കറണ്ട് ഫ്ലോ ഇൻ എ സർക്യൂട്ട്, ഏത് ഡയറക്ഷനിലാണ് നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ പൊട്ടാൻഷ്യൽ കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തിലേക്ക്, അതായത് കൂടിയിടത്തു നിന്നും കുറഞ്ഞിടത്തേക്കാണ് നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്കാണ് കറണ്ട് എപ്പോഴും ഒഴുകുന്നത്. അതുപോലെ തന്നെ ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് 1 കൂളം ചാർജ് എത്തിക്കാൻ വേണ്ട 1 ജൂൾ പ്രവർത്തനം ചെയ്തുവെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര വോൾട്ടാണ്? 1 വോൾട്ട് ആയിരിക്കും. അതായത് ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് 1 കൂളം ചാർജ് നമുക്ക് എത്തിക്കുവാനായിട്ട് 1 ജൂൾ പ്രവർത്തി ചെയ്തെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആയിരിക്കും. ഇനിയും ഒരു ചാലകത്തിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താനുള്ള കഴിവാണ് വൈദ്യുത ചാലക ബലം കേട്ടോ, വിദ്യുത് ചാലക ബലം. അല്ലെങ്കിൽ ഒരു ചാലകത്തിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താനുള്ള കഴിവിന് പറയുന്നതാണ് വിദ്യുത് ചാലക ബലം അല്ലെങ്കിൽ EMF എന്ന് നമ്മൾ പറയുന്നത്. നമ്മളിവിടെ എല്ലാം EMF കണ്ടില്ലേ? ഇവിടെ എല്ലാം നമ്മൾ കണ്ടതില്ലേ? EMF കണ്ടോ? സർക്യൂട്ടിൻ്റെ EMF അളക്കുന്ന ബലം അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ കണ്ടതില്ലേ? അതിൽ ഒരു ചാലകത്തിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്തുക അല്ലെങ്കിൽ അവിടെ സ്റ്റേ ഓൺ ചെയ്യിപ്പിക്കാനുള്ള കഴിവിന് പറയുന്ന പേരാണ് വിദ്യുത് ചാലക ബലം അല്ലെങ്കിൽ EMF എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപബലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ? നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഏതൊക്കെയാണ് നമ്മുടെ വൈദ്യുത പ്രവാഹത്തിൻ്റെ താപം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ? നമുക്കറിയാം, 1 ഇലക്ട്രിക് ഹീറ്ററുണ്ട്, 2 മൈക്രോവേവ് ഓവനുണ്ട് കേട്ടോ. റെഫ്രിജറേറ്റർ ഒരിക്കലും താപഫലം പ്രയോജനപ്പെടുത്തുന്നതല്ല, ഓർത്തിരിക്കണം കേട്ടോ. റെഫ്രിജറേറ്റർ ഒഴിച്ച് ഇലക്ട്രിക് ഹീറ്ററും മൈക്രോവേവ് ഓവനും നമ്മുടെ വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ്. നോക്കിയേ, വൈദ്യുത പ്രവാഹത്തിൻ്റെ താപബലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് വൈദ്യുത താപന ഉപകരണങ്ങൾ. വൈദ്യുതോർജ്ജം താപോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് വൈദ്യുത താപന ഉപകരണങ്ങൾ. ഇവിടെ അതിൽ വെച്ചിരിക്കുന്നത് കേട്ടോ, വൈദ്യുത താപഫലം പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുക. നമുക്കറിയാലോ, നമ്മുടെ ഇലക്ട്രിക് ഹീറ്റർ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ വൈദ്യുതോർജ്ജം വന്നാൽ അതിനെ നമ്മുടെ വെള്ളം ചൂടാക്കും അല്ലേ? ഇനി ഓവൻ ആണെങ്കിലോ ഭക്ഷണ വസ്തുക്കളൊക്കെ നമുക്ക് ചൂടാക്കി എടുക്കാം. അപ്പോൾ എന്താണ്? നമ്മുടെ വൈദ്യുത ഊർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്ന ഊർജ്ജത്തിന് പറഞ്ഞ പേരാണ് വൈദ്യുത താപന ഉപകരണങ്ങൾ. ഇനിയും 4 വോൾട്ട് 2 വോൾട്ട് പ്രതിരോധങ്ങളെ ശ്രേണിയായി ഘടിപ്പിച്ച് അവയുടെ അഗ്രങ്ങൾക്കിടയിൽ 6 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയാൽ ലഭിക്കുന്ന കറണ്ട് എത്രയാണ്? 2 + 4/6. 4 2 6/6 എത്രയാണ്? 1 ആമ്പിയർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനിയും വൈദ്യുതോർജ്ജം താപോർജ്ജമാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്ക് പറഞ്ഞ പേരാണ് ഹീറ്റിംഗ് കോയിൽ. അതായത് വൈദ്യുതോർജ്ജം താപോർജ്ജമാക്കി മാറ്റുന്ന ഭാഗം ഏത് ഭാഗമാണ്? നമ്മുടെ തേപ്പൂട്ടിയിലും അതുപോലെ തന്നെയുള്ള ഓവനിലുമൊക്കെ നമ്മൾ ഹീറ്റിംഗ് കോയിൽസാണ് വൈദ്യുതോർജ്ജം താപോർജ്ജമാക്കി മാറ്റാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്ന ലോകസങ്കരം നിക്രോമാണ്. നമ്മൾ പഠിച്ചതാണ് ലോകസങ്കരം, അലോയ് ആണ് നിക്രോം. നിക്രോമിലുള്ള ലോഹങ്ങളാണ്. അലോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലോകസങ്കരം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം മെറ്റൽസ് അതിൻ്റെ സ്വഭാവ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയൊരു മെറ്റൽ അല്ലെങ്കിൽ പുതിയൊരു ലോഹം ഉണ്ടാക്കുന്നതിന് പറഞ്ഞ പേരാണ് അലോയ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഹീറ്റിംഗ് കോയിൽ ഉപയോഗിക്കുന്ന നിക്രോം കൊണ്ടാണ്. ആ നിക്രോമിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് 1 നിക്കൽ, 2 ക്രോമിയം, 3 ഇരുമ്പ്. അതുകൊണ്ട് ഇത് 3ൻ്റെയും സവിശേഷതകൾ നിക്രോമിൽ കാണിക്കും. ഇനി നിക്രോമിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവ്. നമുക്കറിയാലോ, നമ്മുടെ തേപ്പൂട്ടിയും അതുപോലെ തന്നെ ഹീറ്റിംഗ് കോയിൽസും ഒക്കെ ചുട്ടുപഴുത്തിങ്ങനെ ചുവന്ന് തുടുത്ത് നിൽക്കും അല്ലേ? അത് ആ ഒരു അവസ്ഥയിൽ ഓക്സീകരിക്കപ്പെടാതെ തണുത്തു പോവാതെ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവാണ് ഈ നമ്മുടെ ഹീറ്റിംഗ് കോയിലിൻ്റെ പ്രത്യേകത.
ഹീറ്റിംഗ് കോയിൽ ഇല്ലാത്ത താപ ഉപകരണങ്ങളാണ് മൈക്രോവേവ് ഓവൻ, ഇൻഡക്ഷൻ കുക്കർ. ഓർത്തിരിക്കണം, ഹീറ്റിംഗ് കോയിൽ ഇല്ലാത്ത താപ ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് മൈക്രോവേവ് ഓവനും അതുപോലെ ഇൻഡക്ഷൻ കുക്കറും. ഇനി ഇൻഡക്ഷൻ കുക്കറിൽ താപം ഉൽപ്പാദിപ്പിക്കാനായി പ്രയോജനപ്പെടുന്ന സാങ്കേതിക വിദ്യയാണ് എഡ്ഡി കറണ്ട്. നമ്മൾ പഠിച്ചതാണ്. എഡ്ഡി കറണ്ടാണ് ഇൻഡക്ഷൻ കുക്കറിൽ താപം പ്രയോജനപ്പെടുത്താനായിട്ടുള്ള സാങ്കേതിക വിദ്യ. ഇനി വൈദ്യുതിയുടെ താപഫലം, കാന്തിക ഫലം എന്നിവ ഉപയോഗപ്പെടുത്തുന്ന ഉപകരണമാണ് MCB. ഇതിൻ്റെ ഫുൾ ഫോം പഠിക്കണം, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. നമ്മുടെ എന്തെങ്കിലുമൊക്കെ സർക്യൂട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ഓട്ടോമാറ്റിക്കലി താന്നു പോകും. പിന്നെ അത് കയറ്റി ഇട്ടാൽ മതി, ഓട്ടോമാറ്റിക്കലി നമ്മുടെ കറണ്ട് തിരികെ വരും. ഓർത്തിരിക്കണം, വൈദ്യുത താപഫലം, കാന്തിക ഫലം എന്നിവ ഉപയോഗപ്പെടുത്തുന്ന ഉപകരണമാണ് MCB, ഫുൾ ഫോം മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഇനി സർക്യൂട്ട് ബ്രേക്കറിന് ഉദാഹരണമാണ് MCB, ELCB, RCCB. ഇപ്പോൾ പുതിയതായിട്ടുള്ളതാണ് MCB, ELCB, RCCB ഒക്കെ. നമ്മുടെ ഈ സർക്യൂട്ട് ബ്രേക്കർ നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ ഫ്യൂസ് ആയിരുന്നു, ഇപ്പോൾ ഫ്യൂസും ഉണ്ട്. കൂടാതെ ഈ MCB, ELCB, RCCB ഒക്കെ വെക്കും. കാരണം ഓരോ റൂമിലോട്ട് നിങ്ങളുടെ മെയിൻ സ്വിച്ച് ബോർഡ് കഴിഞ്ഞ് വന്നിട്ട് അവിടെ റൂമിനുള്ളോട്ടൊരു ബോക്സ് കാണും ഭിത്തിയെ പറ്റിച്ച് വെച്ചിരിക്കുന്നത്. അത് തുറന്ന് നോക്കുന്നത് കാണാൻ സാധിക്കും, ചെറിയ ഓരോരോ MCB, ELCB ഒക്കെ ഇരിക്കുന്നത്. അതെന്ന് ചോദിച്ചാൽ ഓരോ റൂമിലേക്കും എന്തെങ്കിലും സർക്യൂട്ടിന് പ്രശ്നമുണ്ടെങ്കിൽ ആ റൂമിലെ മാത്രം കറണ്ട് കട്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് ഈ പറഞ്ഞ MCB, ELCB, RCCB ഒക്കെ ചെയ്യുന്നത്. ഇനി ELCBയുടെ പൂർണ്ണ രൂപം എന്താണ്? എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. അടുത്തത് RCCBയുടെ പൂർണ്ണ രൂപമാണ് റെഡ്യൂസിബിൾ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ കേട്ടോ, ബ്രേക്കർ. ഓർത്തിരിക്കണം, ELCBയുടെ പൂർണ്ണ രൂപമാണ് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. എർത്ത് ലീക്കേജ് ആയാൽ ആ സർക്യൂട്ടിനെ ബ്രേക്ക് ആക്കുക എന്നാണ് ELCBയുടെ പൂർണ്ണ രൂപം. MCB ആണെങ്കിൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. എല്ലാത്തിനും നമ്മൾ സർക്യൂട്ടിലുള്ള കറണ്ടിനെ ബ്രേക്ക് ചെയ്ത് അവിടെ സുരക്ഷിതമാക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള വൈദ്യുത ഉപകരണങ്ങളെ സംരക്ഷിക്കുക. ആൾക്കാരാകാം, അല്ലെങ്കിൽ വൈദ്യുത ഉപകരണങ്ങളാകും. ഇപ്പോൾ ഇടിയൊക്കെ വെട്ടിയാൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ പറയില്ലേ, ഇടിയും ലൈറ്റിങ്ങും ഒക്കെ ഉണ്ടാകും, നമ്മൾ പറയില്ലേ എന്താണ്, പെട്ടെന്ന് പോയി സിസ്റ്റംസ് ഓഫ് ചെയ്യാൻ പറയും. കാരണം നമ്മുടെ ഈ ലീക്കേജ് വന്നാൽ നമ്മുടെ ലീക്കേജ് വന്നാൽ സംഭവം വെച്ചാൽ മൊത്തത്തിലുള്ള സംഭവങ്ങൾ, ഫാനും ലൈറ്റും TVയും ഫ്രിഡ്ജും എല്ലാം തന്നെ കത്തിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ ELCB, MCB ഒക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി കട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള വൈദ്യുത ഉപകരണങ്ങൾ സേഫ് ആയിട്ടിരിക്കും കേട്ടോ. ഇനിയും വരുന്ന കാലങ്ങളിൽ നമുക്കറിയാലോ, ഇനി ജൂൺ ജൂലൈ മാസങ്ങളാണ് കടന്നു വരുന്നത്. ഇപ്പോഴേ ചെറിയ തോതിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും വരുന്ന കാലങ്ങളിൽ നമ്മൾ ഈ മഴക്കാലം കണ്ടാപാടെ എന്ത് ചെയ്യണം, ഇതുപോലുള്ള സർക്യൂട്ടുകൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഫ്രിഡ്ജ് നമ്മുടെ TV ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിടുന്നതാണ് കൂടുതലും നല്ലത്. ഇതുണ്ടെങ്കിൽ ഊരിയിടുന്നതാണ് നല്ലത്. ഇനി RCCBയുടെ ഫുൾ ഫോമാണ് റെസിഡ്യൂവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ കേട്ടോ, റെസിഡ്യൂവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഇലക്ട്രിക്കൽ ഉപകരണത്തെ സംരക്ഷിക്കുക. നമ്മുടെ അമിതമായിട്ടുള്ള കറണ്ടിൽ നിന്നോ, അല്ലെങ്കിൽ ഓവർഫ്ലോ ഓഫ് കറണ്ടിൽ നിന്നോ, അല്ലെങ്കിൽ വോൾട്ടേജ് കൂടി വന്നാലോ വോൾട്ടേജ് കുറഞ്ഞു വന്നാലോ അതിനെ സംരക്ഷിക്കുക എന്നാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. നിലവിൽ കൂടുതലായി ഉപയോഗിച്ച് വരുന്ന ഗാർഹിക വൈദ്യുതി വിതരണം സുരക്ഷിത സർക്യൂട്ട് ബ്രേക്കറാണ് RCCB, റെസിഡ്യൂവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കറാണ്. നിലവിൽ കൂടുതലായി ഉപയോഗിച്ച് വരുന്ന ഗാർഹിക വൈദ്യുതി വിതരണ സുരക്ഷിത സർക്യൂട്ട് ബ്രേക്കറായിട്ട് ഉപയോഗിക്കുന്നതാണ് RCCB. അതായത് മിക്കയിടത്ത് നിന്ന് കാണപ്പെടുന്നതാണ് RCCB എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ രണ്ടെണ്ണം കൂടി പണ്ട് നിർത്താം കേട്ടോ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ, വേഗ മിസൈലിൻ്റെ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ് കേട്ടോ. ഓർത്തിരിക്കണം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈൽ, വേദ മിസൈലുകളുടെ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിവുള്ള ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലുകളാണ് പ്രളയ് എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തിരിക്കണം, 2022 ജൂണിൽ DRDOയും സൈന്യവും ചേർന്ന് വിജയകരമായി പരീക്ഷിച്ച മിസൈലാണ് ലേസർ ഗൈഡഡ് ATGM. 2022 ഏപ്രിൽ ഒഡീഷയിലെ ബാലാസോറിലുള്ള ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നും വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യയുടെ മിസൈൽ സംവിധാനമാണ് SFDR, അല്ലെങ്കിൽ സോളിഡ് ഫ്യൂവൽ ഡയറക്റ്റ് റാംജെറ്റ്. ഇന്ത്യയുടെ ആദ്യ അൺമാർക്ക് ടാങ്കാണ് മുന്ദ്ര. ശത്രു രാജ്യത്തിൻ്റെ റഡാർ ലൊക്കേഷനുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി DRDO തദ്ദേശീയമായി വികസിപ്പിച്ച സംവിധാനമാണ് WLR സ്വാതി. ഇതൊരു GK പാർട്ടി എന്നുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. ഒബ്വിയസ്ലി നമുക്ക് GK എന്നൊരു 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ വരെ പ്രതീക്ഷിക്കാം. അവിടെ നിന്നൊരു ക്വസ്റ്റ്യനാണ് ഇത് വന്നത്. പത്രമൊക്കെ വായിക്കുന്നുണ്ടെന്ന് അറിയാണ്ട് കേട്ടോ. ഇനി ശത്രു രാജ്യത്തിൻ്റെ റഡാർ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി DRDO തദ്ദേശീയം വികസിപ്പിച്ച സംവിധാനമാണ് WLR സ്വാതി. 2022 ഏപ്രിൽ കൊച്ചിയിൽ നിന്നും 14 രാജ്യങ്ങളുടെ
പര്യടനത്തിനായി പുറപ്പെടുവിച്ച ഇന്ത്യൻ നാവികസേന പായ്ക്കപ്പലാണ് INS തരങ്കിണി. ഇത് നമ്മുടെ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്നും 14 രാജ്യങ്ങളെ പര്യടനത്തിനായി പുറപ്പെടുവിച്ച ഇന്ത്യൻ നാവികസേന പായ്ക്കപ്പലാണ് നമ്മുടെ INS തരങ്കിണി. 2022 സെപ്റ്റംബർ 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. 2022 സെപ്റ്റംബർ 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. അത് ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. GK പാർട്ടി ഒന്നാണ്. ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. ഇനിയും ഇന്ത്യ ബേസ്ഡ് ന്യൂറിനോ ഒബ്സർവേഷൻ INOയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് എവിടെയാണ്? അത് പുരോഗമിക്കുന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ. ഓർത്തിരിക്കണം, നമ്മുടെ തമിഴ്നാട്ടിലാണ് ഈ ഒരു INOയുടെ നിർമ്മാണം നമ്മൾ പുരോഗമിച്ച് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പം നോക്കി, 2022 ജൂണിൽ ഫിസിക്കൽ സ്റ്റാമ്പ് പേപ്പറുകൾ പകരം സ്റ്റാമ്പ് സൗകര്യം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ്. ഇതൊരു വട്ടം നമ്മുടെ ഇതിന് ചോദിച്ചു കേട്ടോ. അതായത് 2022 ജൂണിൽ ഫിസിക്കൽ സ്റ്റാമ്പ് പേപ്പറിന് പകരം സ്റ്റാമ്പ് സൗകര്യങ്ങൾ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ പഞ്ചാബ്. UNDP-യുമായി സഹകരിച്ച് DICR ഡേറ്റ ഇൻ ക്ലൈമറ്റ് റെസിസ്റ്റൻറ്റ് അഗ്രികൾച്ചർ നടപ്പിലാക്കിയ സംസ്ഥാനം തെലുങ്കാനയാണ്. ഡ്രോൺ പോളിസി അംഗീകരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. 2021 നവംബറിൽ പായലിൽ നിന്നും ജൈവ ഡീസൽ വികസിപ്പിച്ച് വിതരണം ചെയ്ത സംസ്ഥാനം ജാർഖണ്ഡ്. അതൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. 2021 ഡിസംബറിൽ പായലിൽ നിന്നും ജൈവ ഡീസൽ വികസിപ്പിച്ച് വിതരണം ചെയ്ത സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇതൊരു കഴിഞ്ഞ ഇടയ്ക്ക് വൈറലായിരുന്നു. അത് നമ്മുടെ ആലപ്പുഴയിലൊക്കെ പോള വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പോളയിൽ നിന്നും നമുക്ക് ജൈവ ഡീസൽ വികസിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്തയൊക്കെ വന്നിരുന്നു. ഇതുപോലെ ജാർഖണ്ഡിൽ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്തുകൊണ്ട് പ്രാവർത്തികമാക്കത്തില്ല എന്നൊക്കെ ചോദിച്ചൊരു വാർത്തയൊക്കെ വന്നിരുന്നു. ഇനിയും NTPC സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് നിലവിലുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് കേട്ടോ. NTPC സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ക്വസ്റ്റ്യൻ GK പാർട്ടിൽ നിന്ന് കേട്ടോ. നമ്മുടെ GK പാർട്ടിൽ നിന്നാണ് ഈ 2 ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ കൂടുതലായിട്ടും പഠിക്കാനായിട്ട്. ഇനി നമ്മുടെ മാത്സ് ആണ് കിടക്കുന്നത്. മാത്സിൻ്റെ അകത്ത് സംശയങ്ങൾ ഒരു 5-6 പേര് ചോദിച്ചിരുന്നു. അടുത്ത ക്ലാസ്സിൽ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ ഇന്നലെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം. കുറേ പേരൊക്കെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ എന്നൊക്കെ. വളരെ സന്തോഷം. കണ്ടുപിടിക്കാത്തവരുണ്ടെങ്കിൽ ഇന്നലെ അവധി ഉണ്ടായിരുന്നു, മിനിഞ്ഞാന്ന് വൈകുന്നേരം ഫോർവേഡ് ആക്കിയാണ്. ഇന്നലെ ഫുള്ള് സമയം ഉണ്ടായിരുന്നു. ഇനിയും ഈ ക്ലാസ് കഴിഞ്ഞിട്ട് സമയമുണ്ടല്ലോ, ഇരുന്ന സമയത്ത് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഐഡിയയും ഒരു പാറ്റേണും ടൈം മാനേജ്മെൻറ്റും ഒക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകിട്ടത്തെ ക്ലാസ്സിൽ കാണാം കേട്ടോ.